നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം. ഗോസ്പൽ റിവ്യൂ പി എന്ന ഈ ചാനലിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് പാസ്റ്റർ ഷാജി വി ജോസഫ് പാസ്റ്ററാണ്. നമ്മളുടെ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് സ്ഥിരമായിട്ട് നടക്കുന്ന ഈ വ്യാഴാഴ്ച ദിവസത്തെ ബൈബിൾ ക്ലാസ് വളരെ അനുഗ്രഹകരമായിട്ട് മുന്നോട്ട് പോകുന്നു. അതിനായിട്ട് ദൈവം ഇത്രത്തോളം അനുഗ്രഹിക്കുകയും കർത്താവിന്റെ ദാസനെ ഒരുക്കുകയും ചെയ്തതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നത്തെ ബൈബിൾ ക്ലാസ്സിനായി കർത്താവിന്റെ ദാസനെ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പാസ്റ്ററെ, സ്വാഗതം. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കാം. ഞങ്ങളുടെ സ്വർഗ്ഗസ്ഥ പിതാവേ, യേശു ക്രിസ്തുവിലൂടെ ഞങ്ങളെ സൃഷ്ടിക്കുകയും നഷ്ടപ്പെട്ട ഞങ്ങളെ ഇതിലൂടെ വീണ്ടെടുക്കുകയും പരിപാലിക്കുകയും ക്രിസ്തുവിൽ വളർത്തിയെടുത്ത് അങ്ങയുടെ മരണമണിക്കുകയും ചെയ്യുന്ന അങ്ങയുടെ മഹാപദ്ധതിക്കായി നന്ദിയോടെ ഞങ്ങൾ അങ്ങ് സ്തോത്രം ചെയ്യുകയാണ്. ഭൂമിയിൽ ഏതാനും ദിവസങ്ങൾ മാത്രമേ അങ്ങ് ഞങ്ങളെ ഈ ശരീരം എന്ന മൺകൂടാരത്തിൽ അനുവദിച്ചിട്ടുള്ളൂ എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു. അത് അങ്ങനെ ഒന്ന് അറിവാകിയാൽ സ്തോത്രം. അതുകൊണ്ട് ശരീരത്തിന് വേണ്ടി പ്രത്യാശിക്കാതെ അങ്ങ് ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ഭാവിക്കായി പ്രത്യാശിച്ചുകൊണ്ട് അതിലെത്തിച്ചേരുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതിനായി ഒരുക്കിയിരിക്കുന്ന ശുശ്രൂഷയ്ക്കായി സ്തോത്രം. ഇതിലൂടെ കടന്നു വരുന്ന ഇതിൽ കേൾക്കുവാനായിട്ട് അങ്ങ് ഒരുക്കുന്ന എല്ലാ മക്കൾക്കുമായി സ്തോത്രം. അവരുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കണമേ. അങ്ങ് ആഗ്രഹിക്കുന്ന ചിന്തകൾ അവർ തിരിച്ചറിയുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ അങ്ങയുടെ അവയവമല്ലോ, അങ്ങയുടെ തിരിത പ്രകാരം അങ്ങ് ഉപയോഗിച്ചാട്ടെ. ഇതിനായി അങ്ങ് ഉപയോഗിക്കുന്ന ഈ ഗോസ്പൽ TV ചാനലിനെയും ഇതുമായി ബന്ധപ്പെട്ട സാജുബറിനെയും കുടുംബത്തെയും ഒക്കെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട് അങ്ങയുടെ വഴിയിൽ നടക്കുവാൻ ഞങ്ങളെല്ലാവരും അങ്ങ് സഹായിച്ചാട്ടെ. ഞങ്ങളുടെ തെറ്റുകളും കുറ്റങ്ങളും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് തിരുത്തി അങ്ങ് ഞങ്ങളെ താഴ്മയുള്ളവരായ അങ്ങയുടെ പാതയിൽ നടത്തുവാൻ ഇതാ ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കർത്താവ് യേശു ക്രിസ്തുവെ അങ്ങ് ഞങ്ങളെ നയിച്ചാട്ടെ. സ്വർഗീയ പിതാവിന്റെ അടുക്കൽ എത്തിപ്പാൻ ഇതാ ഞങ്ങളെ തന്നെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ ആത്മാവിനാൽ അങ്ങ് ചെയ്യുന്നതിനായി നന്ദി. ഇത് കേൾക്കുന്ന ഏവർക്കും ഇത് തിരിച്ചറിയുവാൻ, ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിയുവാൻ അങ്ങ് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവമഹത്വം പിതാവേ ഞങ്ങൾ അങ്ങേക്ക് തരുന്ന യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഉപയോഗിച്ചാണ്. ആമേൻ, ആമേൻ, ആമേൻ. Glory to God. Hallelujah. ദൈവം എവരെയും സഹായിക്കട്ടെ, കൂട്ടായിരിക്കട്ടെ. പ്രിയ സഹോദരങ്ങളെ, വീണ്ടും ദൈവത്തിന്റെ വചനവുമായുള്ള ബന്ധത്തിൽ പരസ്പരം കാണുവാൻ ഗോസ്പൽ ടിവിയിലൂടെ ഇടയായല്ലോ. ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. എപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയം എന്ന് പറയും, നമ്മൾ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഈ ശരീരത്തിലുള്ളൂ. എപ്പോഴും തിരിച്ചറിയുക, ഈ ശരീരം നമ്മളല്ല, ദൈവത്തിന്റെ മഹാപദ്ധതിയുടെ ഒരു ഭാഗമായിട്ടാണ് ഞാനും നിങ്ങൾ ഈ ഭൂമിയിൽ ഈ കാലത്ത് ആയിരിക്കുന്നത്. നമുക്ക് മുമ്പ് പലരും ആദം മുതൽ പലരും വന്നു പോയി കഴിഞ്ഞു. നമ്മളും ഈ ഭൂമിയിൽ വന്നു പോവുകയാണ്. പലപ്പോഴും നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഒരു പന്ത് കളിക്കാരൻ പന്ത് തട്ടുന്നു, ആ പന്ത് ദാ നിലത്ത് വീണ് പൊങ്ങുന്നത് പോലെ, നിലത്ത് വീഴുന്നു പൊങ്ങുന്നത് പോലെ ഞാനും നിങ്ങളും ഇതാ ഈ ഭൂമിയിൽ ഈ പന്ത് വന്ന് മുട്ടിയപ്പോ ജനിച്ചു. അതേ ദിവസം നേരം പന്ത് ഇവിടെ നിൽക്കത്തില്ല, പന്ത് നേരെ പൊങ്ങുന്നത് പോലെ ഇതാ ഞാനും നിങ്ങളും ഇവിടെ നിന്ന് ഭൂമിയിൽ നിന്ന് വീണ്ടും തിരിയണം. അതാണ് നമ്മുടെ മരണദിവസം. കുത്തുന്നത് ജനന ദിവസം, പോകുന്നത് മരണ ദിവസം. അതായത് അല്പസമയമേ ഞാനും നിങ്ങൾ ഈ ഭൂമിയിൽ ഉള്ളൂ. അപ്പോ എപ്പോഴും ശ്രദ്ധിച്ചോളാം, നമ്മളെ അയച്ചത് ആരാണ്, എന്തിനാണ് അയച്ചത്, അയച്ച ആളുടെ ഉദ്ദേശം എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കി നാം പ്രവർത്തിക്കുന്നുവെങ്കിൽ നാം ബുദ്ധിയുള്ളവരാ. അല്ലാതെ ചുറ്റുമുള്ളവരെ നോക്കി അവരെന്താണ് ചെയ്യുന്നത് അതേപോലെ ഞാനും ചെയ്യും, അത് വെറും മണ്ടത്തരമാണ്. പകരം യഥാർത്ഥത്തിൽ നാം ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ അറിയുന്ന ഒരാളെ സ്വർഗത്തിലെ ദൈവം ഈ ഭൂമിയിലേക്ക് അയച്ചു. മറ്റാരുമല്ല, തന്റെ പുത്രനായ ക്രിസ്തുവാണ്. ആ ക്രിസ്തു ഭൂമിയിൽ വന്ന് നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നു എങ്ങനെ ജീവിക്കണമെന്ന്. ഹീസ് അവർ ഫോർറണ്ണർ. ആ ക്രിസ്തു ജീവിച്ചതുപോലെ ജീവിച്ചാൽ നാം ജയം പ്രാപിച്ച് നമ്മുടെ ഉടമസ്ഥനായ സ്വർഗസ്ഥ പിതാവിന്റെ അടുക്കൽ എത്തുവാനായിട്ട് ഇടയാവും. ക്രിസ്തു പറയുന്നത് കേട്ടിട്ടില്ലേ വെളിപ്പാട് പുസ്തകത്തിൽ, ഞാൻ ജയിച്ച്. അപ്പൊ യേശു ക്രിസ്തു ജയിച്ചു, ഞാൻ ജയിച്ച്
എന്റെ പിതാവിന്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ ജയിക്കുന്നവരെ ഞാൻ എന്നോടുകൂടി എന്റെ സിംഹാസനത്തിൽ ഇരുത്തും. അപ്പൊ ഇത് വ്യക്തതയോടെ നാം തിരിച്ചറിഞ്ഞ് വേണം ജീവിക്കാൻ. എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, വളരെ സ്നേഹത്തോടെ നിങ്ങളോട് പറയട്ടെ, അവിടെ ജാതിയോ മതമോ സംഘടനയോ ഗ്രൂപ്പിസമോ നമ്മൾ ഇന്ന് കാണിക്കുന്ന പോലെ ഗ്രൂപ്പുകൾക്ക് വേണ്ടി അടിപിടിയോ ഒന്നുമില്ല. അവിടെ ദൈവവും ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവും ദൈവത്തിന് ക്രിസ്തുവിലൂടെ ജനിച്ച മക്കളും ആണ് അവിടെയുള്ള ജയം പ്രാപിക്കുന്ന മക്കളും. അത് വളരെ ശ്രദ്ധയോടുകൂടിയായിരിക്കുക. ഒരു പാപി അവിടെ പ്രവേശിക്കുകയില്ല എന്ന് വളരെ വ്യക്തതയോടെ വിശുദ്ധ ബൈബിൾ വചനം പറയുന്നു. വെളിപ്പാട് ദിവസം 21 അവസാന ഭാഗം പറയുന്നത് പുതിയ യെരൂശലേമിൽ ഒരു പാപിയും പ്രവേശിക്കുകയില്ല, അനുവദിക്കത്തില്ല. അപ്പോ നമ്മളുടേതായ ഇഷ്ടങ്ങളിൽ ജീവിക്കാനായിട്ട് നമ്മൾ ആസൂത്രിതമായി മെനഞ്ഞു വരുന്ന എല്ലാ ഡോക്ട്രിൻസും അവിടെ വർക്ക് ചെയ്യത്തില്ല. അവിടെ വളരെ ശ്രദ്ധയോടുകൂടെ. ഞാൻ എന്തിനാ നിങ്ങളോട് പറയുന്നേ? എന്റെ സഹോദരങ്ങൾ ആരും നഷ്ടപ്പെട്ടു പോകരുത്. എല്ലാവരും എത്തേണ്ടടുത്ത് എത്തണം. അതിനുവേണ്ടിയാ ഇത് പറയുന്നത്. ഹല്ലേലൂയ. അപ്പൊ ഈ സ്വരം അത് നല്ല രീതിയിൽ ദൈവം ഉപയോഗിക്കാൻ തന്നിരിക്കുമ്പോൾ നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഗ്രൂപ്പിസത്തിലും ആ ഗ്രൂപ്പിലും ഈ ഗ്രൂപ്പിലും ഒക്കെ പെട്ടിട്ട് നമ്മൾ വീണു പോകുന്നത്, നശിച്ചു പോകുന്നത് ഗ്രൂപ്പിന് വേണ്ടി എന്നിട്ട് കാര്യമില്ല. എന്റെ പ്രിയ സഹോദരങ്ങളെ, ദൈവത്തിന് വേണ്ടി നിലകൊള്ളുക. ഹല്ലേലൂയ. ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ദൈവത്തിന്റെ മനോഹരമായ പദ്ധതിയെ കുറിച്ചാണ് നാം പഠിക്കാൻ പോകുന്നത്, മനസ്സിലാക്കാൻ പോകുന്നത്. അത് യഥാർത്ഥത്തിൽ ആ പദ്ധതി പൂർണ്ണമായും ഈവൻ ആത്മലോകത്തിന് പോലും വെളിപ്പെട്ടിട്ടില്ല. അപ്പൊ അത് വെളിപ്പെടുന്ന സമമുഖാന്തരമാണ്. അപ്പൊ അതിനെക്കുറിച്ച് നാം പഠിക്കാൻ പോകുന്നതെങ്കിലും ഞാൻ നിങ്ങളെ ഓർപ്പിച്ചോളട്ടെ. വെളിപ്പാട് ദിവസം 21:27 ഇങ്ങനെ എഴുതിയിരിക്കുന്നു. അതായത് പുതിയ യെരൂശലേമിൽ പാപികൾ പ്രവേശിക്കുകയില്ല. നിങ്ങളോട് ആരെങ്കിലും പറയാണ് പാപം ചെയ്താൽ വലിയ കുഴപ്പമൊന്നുമില്ല, യേശുവിന്റെ രക്തം ഉണ്ടല്ലോ, അത് കഴുകിക്കൊണ്ടിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യേശു ക്രിസ്തുവിന്റെ ഫേവർ നഷ്ടപ്പെട്ടാൽ യേശു ക്രിസ്തു നമ്മളെ പുറത്താകും. ഞാൻ ഈ വചനം വായിക്കാം. കുഞ്ഞാടിന്റെ ജീവപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നവരല്ലാതെ അശുദ്ധമായത് യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവരാരും അതിൽ മീൻസ് പുതിയ യെരൂശലേമിൽ കടക്കുകയില്ല. ശ്രദ്ധിച്ചേട്ടെ, വളരെ വ്യക്തതയോടെ ബൈബിൾ പറയുന്നേ. അശുദ്ധമായ യാതൊന്നും മ്ലേച്ഛതയും ഭോഷ്കും പ്രവർത്തിക്കുന്നവരാരും അതിൽ കടക്കുകയില്ല. നുണ പറയുന്നത് പോലെ അതിൽ കിടക്കുന്നില്ലെന്ന്. അങ്ങനെയെങ്കിൽ നമ്മൾ എത്ര ഭയത്തോടു കൂടി വേണം ഈ ജീവിതം, അതായത് ദൈവ ഭയത്തോടു കൂടി വേണം ഈ ജീവിതം നയിക്കാൻ. അവിടെ എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ, എല്ലാവരെയും ആദ്യം അതിനായി ഉത്സാഹിക്കുകയാണ്. അവിടെ ജാതിയോ മതമോ സംഘടനയോ ഗ്രൂപ്പിസങ്ങളോ ഒന്നുമില്ല. ദൈവത്തിന് വേണ്ടത് ദൈവത്തിന് വിശുദ്ധന്മാരായ ദൈവത്തിന്റെ മക്കളെയാണ്. അതുള്ള ശ്രദ്ധയോടുകൂടെ കാര്യങ്ങൾ തിരിച്ചറിയാൻ, മനസ്സിലാക്കുക. അപ്പൊ ഇന്ന് നാം മനസ്സിലാക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത്, അതിന്റെ ടൈറ്റില് എന്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ നേരത്തെ കേട്ടു, നേരത്തെ അത് മനസ്സിലാക്കി എന്ന് ചിന്തിക്കുകയാണ്. ഏകജാതനായ ക്രിസ്തു ആദ്യജാതനായി തീരുന്ന മനോഹരമായ ദൈവിക പദ്ധതി ആണ് നാം ഇത് കേൾക്കാൻ പോകുന്നത്. ഏകജാതനായ ക്രിസ്തു ആദ്യജാതനായി തീർന്ന മനോഹരമായ ദൈവിക പദ്ധതി എന്ന് പറയുമ്പോൾ പലരും ഇങ്ങനെ എതിർക്കാറുണ്ട്. അവരെ എതിർക്കുന്നതിൽ അതിശയമൊന്നുമില്ല. കാരണം അവര് പഠിച്ചു വെച്ചേക്കുന്നതും വേറെ രീതിയിലാണ്. അവര് ഈ സത്യം അറിയുമ്പോൾ അവരുടെ എതിർപ്പുകൾ പയ്യെ കുറഞ്ഞ് അവര് മാനസാന്തരപ്പെടാൻ മനസ്സുള്ളവരാണെങ്കിൽ അവർ ഇതിനോട് ചേരും. ഹല്ലേലൂയ. കാരണം ദൈവത്തിന്റെ പദ്ധതി എന്തെന്ന് ഈവൻ ആത്മലോകത്തിലെ ദൂതന്മാർക്ക് പോലും, അവിടെയുള്ള വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ഒന്നും അറിയില്ല. അവര് പോലും ഈ പദ്ധതി എന്താണെന്ന് അറിയാൻ വേണ്ടി സഭയാണ് എത്തി നോക്കുന്നത്. നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ എൻ്റെ കയ്യിൽ ഒരു ചിത്രമുണ്ട്, പക്ഷെ നമുക്ക് ഇവിടെ ചിത്രം കാണിക്കാൻ പറ്റുന്ന സാഹചര്യമല്ലല്ലോ. ശ്രദ്ധിച്ചേ, അതിന്റെ പ്രിന്റ് എൻ്റെ കയ്യിലില്ല, അതാ സാഹചര്യമില്ല എന്ന് പറഞ്ഞേ. പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഇന്നൊരു കാര്യം നിങ്ങൾക്ക് കാണിക്കാം. ഇതാ ഒരു കിണറ്റില് എന്തോ വീണു, വലിയൊരു സ്വരം കേട്ടു. എന്താ വീണേന്ന് ആളുകൾക്ക് അറിഞ്ഞുകൂടാ. ഭയങ്കര ഒരു സ്വരം. കിണറ്റിൽ വീണാന്ന് പറഞ്ഞു. ആരോ പറഞ്ഞു കിണറ്റിലെന്തോ വീണേ. ചുറ്റുമുള്ളവരൊക്കെ ഓടി വന്നു. എല്ലാവരും എന്താ ചെയ്യാൻ പോണേ? ആ കിണറിന്റെ മോളിൽ നിന്ന് എല്ലാവരും എത്തി നോക്കും താഴേക്ക്, അല്ലേ? പക്ഷെ അവർക്കൊന്നും കാണാൻ വയ്യ, വെള്ളം കാണുന്നുള്ളൂ. കാരണം കിണറ്റിലേക്ക് എന്തോ പോയി, ഒന്നും കാണാൻ വയ്യ. ഇനി ആ കിണറ്റിൽ ആരെങ്കിലും ഇറങ്ങി അത് ഈ വീണ സാധനം പൊക്കി കാണിച്ചാൽ മാത്രമേ ഈ മുകളിലുള്ളവർക്ക് അറിയാൻ പറ്റുള്ളൂ.
ഇതേപോലെയാണ് ആത്മലോകം മുഴുവൻ. ദൈവം എന്താ ചെയ്യണേന്നുള്ള കാര്യം ഒരു പിടുത്തമില്ല. കാരണം നമ്മളെ സംബന്ധിച്ച് ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ മറച്ചു വെച്ചിരിക്കുക. ദൈവം ചെയ്യുന്ന കാര്യങ്ങൾ മറച്ചു വെച്ചിരിക്കുക. ദൈവത്തിന്റെ വചനം പറയാണ്, അത് ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരിക്കുന്നതുമായ ജ്ഞാനമാണ്. യഥാർത്ഥത്തിൽ സഭയിലെ ദൈവത്താൽ നിയമിക്കപ്പെട്ട അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ഒക്കെ സംസാരിക്കുന്നത്. അങ്ങനെ ആയിരിക്കണം. അങ്ങനെ അത് സഭയിൽ അത് സംസാരിക്കുമ്പോൾ സഭ മുഖാന്തരം ദൈവത്തിന്റെ ഈ ബഹുവിധമായ ജ്ഞാനം സ്വർഗത്തിലെ, അതായത് കേന്ദ്രത്തിന്റെ മുകളിൽ നിന്ന് എത്തി നോക്കുന്നു പറഞ്ഞില്ലേ, ദൈവദൂതന്മാർ ഇതിലേക്ക് കുനിഞ്ഞു നോക്കുക, വാഴ്ചകളും അധികാരങ്ങളും ഒക്കെ ഇതിലേക്ക് കുനിഞ്ഞു നോക്കുക. അവര് ഈ ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിയുന്നത് അങ്ങനെയാണ്. അപ്പോ ആ ദൈവത്തിന്റെ മനോഹരമായ പദ്ധതിയില് ഏകജാതനായ ക്രിസ്തു ആദ്യജാതനായി മാറും. അതാണ് നാം ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പൊ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കണം, പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണം. ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സ്വന്തം അറിവ് വെച്ച് കമ്പയർ ചെയ്യാതെ വിശുദ്ധ ബൈബിളിലെ വചനവുമായി മാത്രം ഇതിനെ കമ്പയർ ചെയ്യണം. പേരുള്ളവരെ പോലെ അത് അങ്ങനെ തന്നെയാണോ എന്ന് തിരുവചനത്തിലൂടെ പരിശോധിക്കണം. അപ്പോ ദൈവത്തിന് അങ്ങനെ ഒരു പദ്ധതി ഉണ്ടോ, ആ പദ്ധതി മറഞ്ഞിരിക്കുകയാണോ എന്നൊക്കെ നമുക്ക് ഒന്ന് രണ്ട് വചനം വായിച്ചിട്ട് അതിലേക്ക് നമുക്ക് അടങ്ങാം. നമുക്ക് പ്രിയ സഹോദരി ആ വചനങ്ങൾ വായിക്കുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ, എക്കോ വല്ലതും വരുന്നുണ്ടെങ്കിൽ അത് ഞാൻ തന്നെ ആയിരിക്കും വായിക്കുക. പിന്നെ ഇടയ്ക്ക് ചില വചനങ്ങൾ സ്പീഡിൽ പോകാൻ വേണ്ടി ഞാനും വായിച്ച് സഹായിക്കാം ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് ഇതുമായുള്ള ബന്ധത്തില് നമുക്ക് ഫസ്റ്റ് കൊരിന്ത്യൻ അതില് 2-ാം അധ്യായം Lord, I love you, അതിന്റെ 6, 7, 8 ഒന്ന് വായിച്ചാട്ടെ. ഫസ്റ്റ് കൊരിന്ത്യൻ 2-ാം അധ്യായം 6, 7, 8. എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു, ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനവുമല്ല. ദൈവം ലോക സൃഷ്ടിക്ക് മുൻപേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നു. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നുവെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കയില്ലായിരുന്നു. ശ്രദ്ധിച്ചേ, ഒരു ദൈവദാസൻ, അതായത് ക്രിസ്തുവിനാൽ നിയമിക്കപ്പെട്ട, അല്ലാത്ത ധാരാളം ദേവദാസന്മാർ എന്ന് പറയുന്നുണ്ട്. അവരെ ബൈബിൾ പറയുന്നത് ആകാത്ത വേലക്കാരെന്നാണ് പറയുന്നത്. ആകാത്ത വേലക്കാർ. എന്നാൽ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ നിയമിച്ച വേലക്കാരുണ്ട്. അതിലൊരാളാണ് പൗലോസ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാനിത് മനുഷ്യരിൽ നിന്ന് പ്രാപിച്ചിട്ടില്ല, യേശു ക്രിസ്തുവിന്റെ വെളിപ്പാടിനാൽ അത്ര പ്രാപിച്ചത്. ഹല്ലേലൂയ. അപ്പോ പ്രാപിക്കുന്നത് ക്രിസ്തുവിനാലാണ്. ക്രിസ്തുവിന് ഇത് കിട്ടുന്നത് സ്വർഗ്ഗസ്ഥ പിതാവിനാലാണ്. അപ്പൊ ഇത് വ്യക്തതയോടെ ഈ കാര്യങ്ങൾ തിരിച്ചറിയാം. അപ്പൊ ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. ഏത് ജ്ഞാനം? ഇതാണ് നമ്മളെ കുറിച്ച് ദൈവത്തിന്റെ മറഞ്ഞിരിക്കുന്ന പദ്ധതി. ഇത് തിരിച്ചറിയണം. ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു എന്നിട്ട് പറയാണ്, അത് ഈ ലോകത്തിന്റെ ജ്ഞാനമല്ല, നശിച്ചു പോകുന്നവരായ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ, അതാണ് പിശാചുക്കളും കൂട്ടരും. അവർ നശിക്കാൻ പോകുന്നവരാ. അവർക്ക് ഓൾറെഡി ജഡ്ജ്മെന്റ് കഴിഞ്ഞു കിടക്കുക. തീപ്പൊയ്കയിലേക്ക് അവരെ തള്ളാൻ പോവുക. അവരുടെ ജ്ഞാനവും അല്ല. പിന്നെയോ, ദൈവം ലോക സൃഷ്ടിക്ക് മുമ്പേ, അപ്പോ എപ്പോഴാണ് പീരീഡ് കേൾക്കുക? ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും. അപ്പൊ ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവത്തിന്റെ ഹൃദയത്തിൽ നമ്മളുണ്ട്. വളരെ ഇമ്പോർട്ടന്റ്. ലോകം ഉണ്ടാകുന്നതിന് മുമ്പേ ദൈവത്തിന്റെ ഹൃദയത്തിൽ നമ്മളുണ്ട്. നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും. പിന്നെ പറയാണ്, ഇതെങ്ങനെ ഇരിക്കുക? മറഞ്ഞിരിക്കുക. മറഞ്ഞിരിക്കുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനം അത്രേ മർമ്മമായി ഞങ്ങൾ പ്രസ്താവിക്കുന്നത്.
ഹല്ലേലൂയ. ആ ഞങ്ങളുടെ കൂട്ടത്തിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക. ഇവിടെ പറയാണ് മറഞ്ഞിരിക്കുന്ന ജ്ഞാനം. ഒന്ന് പറഞ്ഞു നോക്കിയേ, മറഞ്ഞിരിക്കുന്ന ദൈവിക ജ്ഞാനം. അതാണ് നമ്മളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി. അത് ലോക സ്ഥാപനത്തിന് മുമ്പേ ഉണ്ട്. ഇനി പറയാണ് അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല. ആരാ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർ? പിശാചും കൂട്ടരും. ഇതാണ് യേശുക്രിസ്തു പറയുന്നത്, ഇതാ ഈ ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നിൽ ഒരു കാര്യവും ഇല്ല. പിശാചിനെ കുറിച്ചാണ് പറയുന്നേ. ഈ ലോകത്തിന്റെ പ്രഭു ദാനിയേൽ പ്രവാചക പുസ്തകത്തിലേക്ക് വായിക്കുമ്പോൾ കൂടെ കാണാം, പാർസി പ്രഭു, യവന പ്രഭു, അല്ലേ? ഗബ്രിയേല് ദാനിയേലിന് മെസ്സേജുമായിട്ട് വരുമ്പോ ഇതാ പാർസി രാജ്യത്തിന്റെ പ്രഭു എന്നോട് 21 ദിവസം എതിർത്ത് നിന്നു എന്നൊക്കെ പറയുന്ന രംഗം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. പ്രധാന ദൂതന്മാരിൽ ഒരുവനായ മിഖായേൽ എന്നെ സഹായിക്കാൻ വന്നു. ഹല്ലേലൂയ. അപ്പോ ആത്മമണ്ഡലത്തിൽ പ്രഭുക്കന്മാരുണ്ട്. ആ പ്രഭുക്കന്മാരാണ് ഈ പറയുന്ന ഏഞ്ചലിക് വ്യൂഹങ്ങളാണ്. അതിനെ ലീഡ് ചെയ്യുന്ന പല പല ഗ്രൂപ്പുകളുണ്ട്. അതിനെയാണ് വാഴ്ചകൾ, അധികാരങ്ങൾ എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഇവർക്കും ഈ സംഭവം എന്താണെന്ന് യാതൊരു ഐഡിയയില്ല. നമ്മളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പദ്ധതി ഈവൺ ഹെവൻലി ഗ്രൂപ്പിന് പോലും അറിയത്തില്ല. ഹല്ലേലൂയ. അവരും ഇത് എന്താണെന്ന് അറിയാൻ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, അവർ ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരെ ആരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കില്ലായിരുന്നു. അപ്പോ യേശുക്രിസ്തുവിനെ ക്രൂശിച്ച് നമ്മുടെ ചിന്തയിലെ യഹൂദന്മാരാണ് അന്ന് പൊളിറ്റീഷ്യന്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്ത് കൊന്നു. യഥാർത്ഥത്തിൽ അതിന്റെ പുറകിൽ നിന്നത് മുഴുവൻ പിശാചും കൂട്ടരുവാ. അവരെ കുറിച്ചാണ് മത്തായിയുടെ സുവിശേഷം 20-ാം പറയുന്നത്. അവര് പറയുകയാണ്, ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ അവകാശം, തോട്ടം, ഭൂമി നമ്മുടേതാവുന്നു. എന്നിട്ടാണ് ഈ യഹൂദന്മാരെ പ്രോംപ്തിപ്പിച്ച് അവരുടെ ചിന്തയെ തലതിരിച്ചിട്ട് യഥാർത്ഥത്തിൽ യേശുക്രിസ്തുവിനെ കൊല്ലുവാനായിട്ട് ഇടയായത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അല്ലാണ്ട് യഹൂദന്മാരാരും ചിന്തിച്ചൊന്നുമില്ല ഇങ്ങനെയൊന്നും. അതായത് ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ തോട്ടം നമ്മുടേതാവുമെന്ന് യഹൂദന്മാർ ചിന്തിച്ചൊന്നുമില്ല. യഥാർത്ഥത്തിൽ പിശാചും കൂട്ടരുമാണ് അത് ചിന്തിച്ചത്. കാരണം അവർക്ക് ആത്മമണ്ഡലത്തില് യേശുക്രിസ്തു ആണ് അവകാശി എന്ന് അവർക്ക് അറിയാം. കാരണം നമുക്ക് ഹെബ്രായ ലേഖനം 1-ന്റെ 1-2 പലർക്കും അറിയത്തില്ല. ദൈവത്തിന്റെ വചനം പറയുന്നു, ഹെബ്രായ ലേഖനം 1-2 പറയാണ്, ദൈവം തന്റെ പുത്രനായ ക്രിസ്തു മുഖാന്തരം സകലം സൃഷ്ടിച്ചു, എന്നിട്ട് അവനെ സകലത്തിലെ അവകാശിയാക്കി വെച്ചു. തെറിച്ച് കേൾക്കുക, സ്വർഗസ്ഥ പിതാവ് ഉടമസ്ഥന് യേശുക്രിസ്തു അവകാശിയുമാണ്. കഴിഞ്ഞൊരു ദിവസം ഒരു സഹോദരൻ ഒരു ഡിബേറ്റിന് കടന്നു വന്നു, ഒരു കൗണ്ടർ പോയിന്റ് ആയിട്ട്. ഈ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ ആ വ്യക്തി ഓടി. കാരണം കോയിക്കലും കൊണ്ട് വന്നു. കോയിക്കൽ, സ്വർഗസ്ഥ പിതാവ് യേശുക്രിസ്തു കോയിക്കലാന്നും പറഞ്ഞു വന്നു. ഈ ഹെബ്രായ ലേഖനം 1-2 ഇട്ട് കൊടുത്തപ്പോ പുള്ളി ഉത്തരം പറയാൻ കഴിയാതെ അതവിടെ അവസാനിച്ചു. ഹല്ലേലൂയ. അവിടെ പറയാണ്, സ്വർഗസ്ഥ പിതാവ് തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ സകലതും സൃഷ്ടിച്ചു, എന്നിട്ട് പുത്രനെ അതിലൊക്കെ അവകാശിയാക്കി വെച്ചു. സ്വർഗസ്ഥ പിതാവ് ഉടമസ്ഥനും പുത്രന് അവകാശിയുമാണ്. ഉടമസ്ഥന് അവകാശി എങ്ങനെയാണ് കോയിക്കലാവുന്നതെന്ന് ചോദിച്ചപ്പോ ഉത്തരം പറയാൻ കഴിഞ്ഞില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കോയിക്കലാവുന്നത് എന്നുള്ളത് പറയാൻ പറ്റുമെങ്കിൽ താഴെ കമന്റ് രേഖപ്പെടുത്തുക. ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ പിശാചുക്കൾക്ക് അറിയാം യേശു ക്രിസ്തു ആരാണെന്നറിയാമോ? യേശു ക്രിസ്തു അവകാശിയാണെന്ന്. അതുകൊണ്ടാണ് അവർ പറയുന്നത്, മത്തായി 21, നമ്മുടെ സബ്ജക്ട് അല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല. മത്തായി 21 പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ തോട്ടം നമ്മുടേതും ആകും. ഹല്ലേലൂയ. ഇത് യഹൂദന്മാരെല്ലാം പറയുന്നത് പിശാചും കൂട്ടുക. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരും അറിഞ്ഞില്ല. അതായത് പിശാചും കൂട്ടുക അറിഞ്ഞില്ല. ഏത്? ദൈവത്തിന്റെ നമുക്ക് നമ്മുടെ തേജസ്സിനായി മുന്നിൽ നിയമിച്ചിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന ജ്ഞാനം. അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. അതായത് നമ്മളെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ട്, അത് മറഞ്ഞിരിക്കുക. ഹല്ലേലൂയ. ഇതായി പറയുന്നത്. എന്നാൽ ഈ അന്ത്യകാലത്ത് സ്വർഗത്തിന്റെ ദൈവം അത് വെളിപ്പെടുത്തുക. നിങ്ങൾക്കറിയാമോ, ഈവൻ ശലോമോൻ പോലും ലോകം കണ്ടിട്ടുള്ള യേശുക്രിസ്തു കഴിഞ്ഞാൽ ഏറ്റവും ജ്ഞാനിയായ വ്യക്തിയാണ്.
ഹല്ലേലൂയ. ഇവൻ ശലോമോൻ പോലും പറയുന്നത് ദൈവം ആദിയോട് അന്തം ചെയ്യുന്നത് എന്തെന്ന് മനുഷ്യൻ അറിയാൻ പറ്റത്തില്ല. ശരിയാണ്. കാരണം ദൈവം അത് മറച്ചു വെച്ചിരിക്കുക. മനുഷ്യനെ കുറിച്ചുള്ള ദൈവിക പദ്ധതി എന്തെന്നുള്ളത് ദൈവം പൂർണ്ണമായി അത് വെളിപ്പെടുത്തിയിട്ടില്ല. വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സഭയിലൂടെയാണ്. ഹല്ലേലൂയ. വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നത് സഭയിലൂടെയാണ്. അപ്പൊ ഇത് വ്യക്തതയോടെ നമ്മൾ ഒന്ന് മനസ്സിലാക്കി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഓ ലോർഡ്, ഐ ലവ് യു. സഭാപ്രസംഗിയുടെ പുസ്തകം 3-ാം അധ്യായം അതിന്റെ 11-ാം വാക്യം വായിക്കുമ്പോൾ ശലോമോന്റെ ആ സ്റ്റേറ്റ്മെന്റ് കാണാം. നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കിയാൽ മതി. ശലോമോന്റെ സ്റ്റേറ്റ്മെന്റ് 3:11. ഓ ഫാദർ, വി താങ്ക് യു. അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. എങ്കിലും ദൈവം ആദിയോടന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ അവർക്ക് കഴിവില്ല. ദൈവം ആദിയോട് അന്തം ചെയ്യുന്ന പ്രവൃത്തിയെ ഗ്രഹിപ്പാൻ മനുഷ്യന് കഴിയത്തില്ല. അപ്പോ വ്യക്തമായി സംഭവം മറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ മറഞ്ഞിരിക്കുന്ന പദ്ധതി എന്താണ് എന്നാണ് നാം ചിന്തിക്കാൻ പോകുന്നത്. കാരണം ദൈവം അത് സഭ മുഖാന്തരം അത് വെളിപ്പെടുത്തും. ഇതിലേക്ക് ദൂതന്മാർ എത്തി നോക്കുകയാണ്. വാഴ്ചകളും അധികാരങ്ങളും എത്തി നോക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോ സഭ മുഖാന്തരമാണ് അത് വെളിപ്പെടുത്തുന്നത്. അപ്പോ നമുക്ക് അതുമായുള്ള ബന്ധത്തിൽ 1-2 വചനം ചിന്തിച്ചുകൊണ്ട് അതിന്റെ ആഴങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. എഫേസ്യ ലേഖനം 3-ാം അധ്യായം. ഓ ലോർഡ്, ഐ ലവ് യു. അതിന്റെ 9 മുതൽ 11 വരെ വായിച്ചു. 9 മുതൽ 11 വരെ. പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞുകിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിപ്പാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. അങ്ങനെ ഇപ്പോൾ സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ദൈവത്തിന്റെ ബഹുവിധമായ ജ്ഞാനം അവൻ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം സഭ മുഖാന്തരം അറിവായി വരുന്നു. അവസാനിക്കണം എങ്ങനെയാന്ന് നോക്കിയ മക്കളെ, സഭ മുഖാന്തരം ഇത് അറിഞ്ഞുകൊണ്ടിരിക്കുക. സഭ മുഖാന്തരം അറിയുക. ആർക്കൊക്കെ സഭ മുഖാന്തരം അറിയുന്നേ? ശ്രദ്ധിക്കുക. ഈ ലോകത്തിലെ ആളുകൾക്ക് മാത്രമല്ല, അവിടെ എഴുതിയിരിക്കുകയാണ് സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും. സ്വർഗത്തിൽ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും ഈ ഏഞ്ചലിക് വ്യൂഹത്തിനൊക്കെ ഇത് അറിയുന്നത് സഭ മുഖാന്തരമാണ്. സഭയിൽ യേശു ക്രിസ്തു ഇത് സഭ മുഖാന്തരം വെളിപ്പെടുത്തുമ്പോഴാണ്, അതായത് ദൈവത്തിന്റെ ദാസന്മാരുടെ വെളിപ്പാടുകളായി സഭയിൽ വെളിപ്പെടുത്തുമ്പോഴാണ് ഈവൻ സ്വർഗത്തിലെ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇത് അറിയുന്നത്. പിടുത്തം കിട്ടിയോ? ഹല്ലേലൂയ. അപ്പോ ഇതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. ഈ മർമ്മം ഇത് തിരിച്ചറിയാൻ അതിലേക്ക് ദൂതന്മാര് എത്തി നോക്കുകയാണ്. ദൂതന്മാർ അതിലേക്ക് എത്തി നോക്കുന്നു എന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. ഹല്ലേലൂയ. നമുക്ക് ആ പത്രോസിന്റെ ലേഖനത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോ നമുക്ക് അത് കാണുവാനായിട്ട് കഴിയും. 1 പത്രോസ് 1:12 വായിച്ചേ. തങ്ങൾക്കായിട്ടല്ല നിങ്ങൾക്കായിട്ടല്ല അത്രേ തങ്ങൾ ആ ശുശ്രൂഷ ചെയ്യുന്നു എന്ന് അവർക്ക് വെളിപ്പെട്ടു. സ്വർഗത്തിൽ നിന്ന് അയച്ച പരിശുദ്ധാത്മാവിനാൽ നിങ്ങളോട് സുവിശേഷം അറിയിച്ചവർ അത് ഇപ്പോൾ നിങ്ങളെ ഗ്രഹിപ്പിച്ചിരിക്കുന്നു. അതിലേക്ക് ദൈവദൂതന്മാരും കുനിഞ്ഞു നോക്കുവാൻ ആഗ്രഹിക്കുന്നു. കണ്ടോ? നമ്മൾ എന്താ ചെയ്യണേന്ന്, നമ്മളെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ട്രൂ ചർച്ച് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. യഥാർത്ഥ ദൈവത്തിന്റെ സഭ, ക്രിസ്തു തലയായ യഥാർത്ഥ സഭ എന്താ ചെയ്യണേന്ന് ആരും നോക്കിക്കൊണ്ടിരിക്കുക? ദൂതന്മാര് നോക്കി. ആ വേട് ശ്രദ്ധിച്ചേ, എത്തി നോക്കുന്നു. എത്തി നോക്കുന്നു. ആ കിണറ്റിൽ വീണുപോയ ആ സംഭവം എന്താണെന്ന് അറിയാൻ വേണ്ടി മോളിൽ നിന്ന് ആളുകൾ എന്ത് ചെയ്യുന്നു? എത്തി നോക്കുന്നത് പോലെ ദൂതന്മാർ അതിലേക്ക് എത്തി നോക്കുന്നു. എന്താ അവര് നോക്കുന്നേ? ഈ സകലവും സൃഷ്ടിച്ച ദൈവത്തിന് അനാദികാലം മുതൽ മറഞ്ഞു കിടക്കുന്ന ഈ മർമ്മം എന്താണ്?
ഈ മനുഷ്യരിൽ ദൈവം എന്താണ് ചെയ്യുന്നത് എന്ന് ഈ ദൂതന്മാർ എത്തി നോക്കുക. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ആ സംഭവം ഒന്ന് നോക്കി, ആത്മലോകത്തെ കാഴ്ചകൾ സഭയിലേക്ക്, ട്രൂ ചർച്ചിലേക്ക് എത്തി നോക്കുക. ഇതിലൂടെയാണ് ദൈവം തന്റെ ബോഡി ഓഫ് ക്രൈസ്റ്റിലൂടെയാണ് ദൈവം തന്റെ ഈ ജ്ഞാനം വെളിപ്പെടുത്തുന്നത്. ഇവൻ യഥാർത്ഥത്തിൽ കർത്താവായ യേശുവിന്റെ കാൽവരി ക്രൂശിലെ യാഗത്തിൽ എന്താ സംഭവിച്ചതെന്ന് പോലും ആർക്കറിയത്തില്ല. അന്ന് പിശാചിനും കൂട്ടർക്ക്, ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാർക്ക് അറിയാൻ പാടില്ലായിരുന്നു. ക്രൂശിച്ച് കഴിഞ്ഞപ്പോഴാണ് പിടുത്തം കിട്ടിയത്. അയ്യോ, ദൈവത്തിന്റെ ഈ ജ്ഞാനപ്രകാരം പിശാചിന് അവന്റെ കിങ്ഡം തകർന്നുപോയി. ഹല്ലേലൂയ. കാരണം പിശാച് ചിന്തിച്ചു, ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ തോട്ടം നമ്മുടേതാകും, ഭൂമിയാകുന്ന തോട്ടം നമ്മുടേതാകുന്ന വിചാരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്തത്. പക്ഷെ സംഭവിച്ച നേരെ തലതിരിച്ചു. കൊളോസ്യ ലേഖനം 2:13 എഴുതി വെച്ചിരിക്കുകയാണ്, ക്രൂശിൽ വെച്ച വാഴ്ചകളെയും അധികാരങ്ങളെയും ഒക്കെ ആയുധവർഗം വെപ്പിച്ച് അവരെ പരസ്യമായി കാഴ്ചയാക്കി അവരുടെ മേൽ ജയ ഉത്സവം കൊണ്ടാടി. ഹല്ലേലൂയ. പിശാചിന്റെ മുകളിൽ വമ്പൻ ഒരു ജയമായിരുന്നു ആ ക്രൂശിൽ വെച്ച് എടുക്കുവാനായിട്ട് ഇടയായത്. അതുകൊണ്ട് എന്റെ പ്രിയ സഹോദരങ്ങളെ, അത് ഈ ഒരു കാഴ്ചപ്പാടിലൂടെ നമുക്ക് കാര്യങ്ങളെ കാണാം. അപ്പോ ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്ന ആ ചിന്ത നിങ്ങൾക്കറിയാം, നിങ്ങൾക്കറിയിക്കാം. ഹല്ലേലൂയ. കാരണം എന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത് നിങ്ങളെ അറിയിക്കുക എന്നുള്ളതാണ്. ഇത് പറയുമ്പോ ഇതിലേക്ക് വാഴ്ചകളും അധികാരങ്ങളും ഒക്കെ എത്തി നോക്കുന്നുണ്ട്, ദൈവം എന്താ ചെയ്യണേന്ന് മനസ്സിലാക്കാനായിട്ട് നമ്മളിൽ. അപ്പൊ ഇവിടെ ഇത് ക്രിസ്തു തന്റെ അപ്പസ്തലനായ പൗലോസിന് വെളിപ്പെടുത്തി കൊടുത്തപ്പോ ഇതൊരു അതിശയകരമായി. എല്ലാവർക്കും എല്ലാം വെളിപ്പെടുത്തി കൊടുക്കുന്നില്ല. ഇപ്പൊ എനിക്ക് വെളിപ്പെടുത്തി തരുന്നത് ആയിരിക്കുന്നില്ല വേറെ ദേവാസിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്, അദ്ദേഹത്തിന് വെളിപ്പെടുത്തി കൊടുക്കുന്നതല്ല വേറെ ദേവാസിനെ വെളിപ്പെടുത്തി കൊടുക്കുന്നത്. ഓരോരുത്തർക്കും അവരുടേതായ ഒരു കോളിംഗ് ഉണ്ട്, അതനുസരിച്ചാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഒരാൾ മറ്റൊരാളെ കുറ്റം പറയേണ്ട ആവശ്യമില്ല. ഹല്ലേലൂയ. ഇതാ പൗലോസിനെ കുറിച്ച് പറയുകയാണ്. പത്രോസ് പൗലോസിനെ കുറിച്ച് പറയാണ്, പൗലോസിന് ഇതിനെക്കുറിച്ചുള്ള വെളിപ്പാടുകൾ പലതും കിട്ടിയിട്ടുണ്ട്, എന്നാൽ അറിവില്ലാത്തവർ ഇത് തങ്ങളുടെ നാശത്തിനായി വളച്ചൊടിക്കുന്നു. അപ്പൊ യഥാർത്ഥത്തിൽ പത്രോസിന് ആ വെളിപ്പാട് കിട്ടിയില്ല, പൗലോസിനെ കിട്ടിയത്. പക്ഷെ പൗലോസിനെ കുറ്റം പറയുകയല്ല, അത് ദുരുപദേശം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. ഹല്ലേലൂയ. കാരണം ഇന്ന് ഇത് സപ്പോർട്ട് ചെയ്യാത്തതിന്റെ കാരണം എന്ന് പറയുന്നത് പിശാചിന്റെ കടന്നുകയറ്റവും മനുഷ്യന്റെ സെൽഫ് ഗ്ലോറിയും, അതായത് മനുഷ്യൻ്റെതായ ആ ഗ്രൂപ്പിസത്തിൽ നിൽക്കാൻ വേണ്ടി മനുഷ്യൻ സത്യത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ല. ഹല്ലേലൂയ. ഇനി ഒരെങ്കിലും സത്യം പറഞ്ഞാൽ അവൻ ഒറ്റയ്ക്ക് പറഞ്ഞോട്ടെ, അനുഭവിക്കുന്ന മുഴുവൻ അവൻ ഒറ്റയ്ക്ക് അനുഭവിച്ചോട്ടെ എന്നും പറഞ്ഞാണ് ഇരിക്കുന്നത്. ശരിയാണ്, അനുഭവിക്കുന്നത് മുഴുവൻ ആ വ്യക്തി ഒറ്റയ്ക്ക് തന്നെ അനുഭവിക്കും. കാരണം ആ വ്യക്തിയോട് കൂടി യേശുക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, നിങ്ങളാണ് എന്റെ കഷ്ടങ്ങളിൽ എന്റെ കൂടെ നിന്നത്, അതുകൊണ്ട് എന്റെ രാജ്യത്തിൽ നിങ്ങൾക്കും പങ്കുണ്ട്. ഹല്ലേലൂയ. അത് ശ്രദ്ധിക്കുക, ഈ സഹനത്തിൽ ആരൊക്കെ കൂടെ നിൽക്കുന്നുവോ അവർക്കും ഈ പ്രതിഫലത്തിൽ പങ്കുണ്ട്. കൂടെ നിൽക്കുന്നില്ലയോ ആ പ്രതിഫലത്തിൽ അവർക്ക് പങ്കില്ല. പക്ഷെ എപ്പോഴും ശ്രദ്ധിക്കുക, സത്യത്തോടു കൂടെ മാത്രം നിൽക്കുക. അല്ലാത്തത്, സത്യമല്ലാത്തത് വേണ്ടി നിന്നിട്ട് നമുക്ക് ഒരു പ്രയോജനമില്ല, നഷ്ടമേ ഉള്ളൂ. അപ്പോ ഞാൻ മനസ്സിലാക്കിയ തലം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഈ മനോഹര പദ്ധതി. ഇത് അധികം ആരൊന്നും പ്രസംഗിച്ച് ഞാൻ കേൾക്കാറില്ല, എന്നാൽ പലർക്കും ഇത് അറിയാം, പക്ഷെ അവർ മിണ്ടുന്നില്ല. കാരണം പേടിച്ചിട്ടാണ് മിണ്ടാത്തെ. ഇതെങ്ങാനും ഞാൻ പറഞ്ഞാൽ എന്നെ ദുരുപദേശങ്ങളൊന്നും മുദ്ര കുത്തുമെന്നൊക്കെ പേടിച്ചിട്ടാണ് പലരും ഇരിക്കണേ. അപ്പൊ ഇവിടെ ദൈവത്തിന്റെ പദ്ധതിയിൽ ഞാൻ മനസ്സിലാക്കിയ കാര്യം, ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ തന്റെ കുടുംബത്തെ ഒരുക്കുകയാണ്. ദൈവ കുടുംബത്തെ. ആ കുടുംബത്തിലുള്ളവരെല്ലാം ദൈവവംശമാണ്. ഹല്ലേലൂയ. ആ കുടുംബത്തിൽ അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ്, ഹല്ലേലൂയ, അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവ്. ഹിന്ദിയിൽ ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, പ്രധാൻ പരമേശ്വർ, അങ്ങനെ എന്തോ ആണെന്ന് ഞാൻ ചിന്തിക്കുക. സഹോദരിക്ക് വ്യക്തമായിട്ട് എനിക്കറിയാം. അത്യുന്നതനായ ദൈവത്തിന് എന്താ സിസ്റ്റർ പേര് പറയണേ? പരമേശ്വരൻ. അത് ദൈവം, അത്യുന്നതനായ ദൈവം. അവൻ അത്യുന്നതനായ ദൈവത്തിന്റെ മകനെന്ന് ദൂതൻ മറിയോട് പറഞ്ഞു. ആ വേടെന്താ ഹിന്ദിയില്?
അതായത് ലൂക്കോസ് സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 32-ാം വാക്യത്തിൽ അവന്റെ വലിയ അത്യുന്നതന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും. പരമപ്രധാൻ കാ പുത്ര. ഹല്ലേലൂയ. പരമപ്രധാൻ പരമേശ്വർ കാ പുത്ര. ഹല്ലേലൂയ. ശ്രദ്ധിക്കുക, ഇപ്പൊ പരമപ്രധാൻ പരമേശ്വർ എന്ന് പറഞ്ഞൊരു ഒരു ദൈവമുണ്ട്. അതാണ് അത്യുന്നതനായ ദൈവം, സ്വർഗസ്ഥ പിതാവ്. സ്വർഗസ്ഥ പിതാവിന്റെ പുത്രനായ ക്രിസ്തു. ഹല്ലേലൂയ. ഇതാണ് സ്വർഗ കുടുംബം. സ്വർഗസ്ഥ പിതാവ് കാരണഭൂതൻ, യേശു ക്രിസ്തു മുഖാന്തരം. ഇപ്പോ എന്റെ സ്നേഹിതൻ സാജു, സഹോദരി തുഷാര, ശ്രദ്ധിച്ചേ, സാജു ആ കുടുംബത്തിലെ കാരണഭൂതൻ, തുഷാര ആ കുടുംബത്തിലെ മുഖാന്തരം. രണ്ടുപേരും മനുഷ്യര്. ഹല്ലേലൂയ. ഇതേപോലെ സ്വർഗസ്ഥ പിതാവും ദൈവമാണ്, യേശു ക്രിസ്തു ദൈവമാണ്. സ്വർഗസ്ഥ പിതാവ് എന്ന് പറഞ്ഞാൽ പരമപ്രധാൻ പരമേശ്വർ. ഹല്ലേലൂയ. യേശു ക്രിസ്തു എന്ന് പറഞ്ഞാൽ പരമപ്രധാൻ പരമേശ്വരന്റെ മകൻ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 8:5, 6, 7 പറയുന്നു, ഈ സ്വർഗസ്ഥ പിതാവ് കാരണഭൂതൻ. ഹല്ലേലൂയ. യേശു ക്രിസ്തു മുഖാന്തരം. ഹല്ലേലൂയ. ഇപ്പൊ സാജുബദ കാരണഭൂതൻ, തുഷാര സിസ്റ്റർ മുഖാന്തരം. രണ്ടുപേരും മനുഷ്യർ എന്നതുപോലെയുള്ള സ്വർഗീയ കുടുംബം. പക്ഷെ ഒരു കാര്യം ഇല്ല, വംശം ഇല്ല. ഹല്ലേലൂയ. അപ്പൊ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഈ മറഞ്ഞു കിടക്കുന്ന പദ്ധതിയാണ് ക്രിസ്തുവിലൂടെ തന്റെ വംശത്തെ ഒരുക്കുക, മക്കളെ ഒരുക്കുക. ഹല്ലേലൂയ. ഇപ്പോ ഇവർക്ക് മക്കളുണ്ട്, സാജുവിനും തുഷാരയ്ക്കും മക്കളുണ്ട്. എന്നാൽ അവരെ വിവാഹം കഴിച്ചു മക്കളില്ലാതിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് സാജു വേറെ ചിന്തിക്കുകയാണ്, തുഷാര സഹോദരിയിലൂടെ എനിക്ക് വംശം ഉണ്ടാകണം. അവർക്ക് മക്കളൊക്കെ ഉണ്ട്. ശ്രദ്ധിച്ചേ, ഇതേപോലെ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആഗ്രഹമാണ് തന്റെ പുത്രനായ, സ്വർഗീയ ഭവനത്തിൽ സ്ത്രീകളില്ല, സ്വർഗരാജ്യത്തിൽ സ്ത്രീകളില്ല. നേരത്തെ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, തന്റെ പുത്രന്മാരിലൂടെയാണ് മക്കളെ ജനിപ്പിക്കുന്നത്. തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ തനിക്ക് മക്കളെ, വംശത്തെ ജനിപ്പിക്കണം. ഹല്ലേലൂയ. ഇതാണ് ദൈവത്തിന്റെ മറഞ്ഞു കിടന്ന പദ്ധതി. അതിന്റെ പൂർണ്ണ രൂപത്തിൽ ഇന്ന് നമുക്കൊന്നും വെളിപ്പെട്ടിട്ടില്ല, വെളിപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇത് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 53 ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ജനിക്കുന്നതിന് ഏകദേശം 700 വർഷങ്ങൾക്ക് മുമ്പ് യേശയ്യാ പ്രവാചകനിലൂടെ ഇത് ദൈവം അറിയിച്ചെങ്കിലും മനുഷ്യർക്ക് മനസ്സിലായില്ല. അവിടെ തുടക്കത്തിലേ പറയണ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ റിപ്പോർട്ട് ആര് വിശ്വസിക്കും? ഏത് റിപ്പോർട്ട്? ദൈവത്തിന് ക്രിസ്തുവിലൂടെ തന്റെ വംശത്തെ കാണണമെന്നുള്ള ഈ റിപ്പോർട്ട് ആര് വിശ്വസിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് അവിടെ തുടക്കം. ഹല്ലേലൂയ. അപ്പൊ ഇത് മറിഞ്ഞു കിടക്കുക, കാരണം മനുഷ്യനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത് ദൈവം ക്രിസ്തുവിലൂടെ തന്റെ വംശത്തെ, തന്റെ കുടുംബത്തെ ഒരുക്കുകയാണ് എന്ന് ഇന്ന് ക്രിസ്തീയ സഭ പോലും വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. ഹല്ലേലൂയ. ക്രിസ്തീയ സഭ പോലും വിശ്വസിക്കുന്നില്ല, പിന്നെ എങ്ങനെ ലോകം വിശ്വസിക്കുക? എന്നാൽ ഏഞ്ചൽസും പവേഴ്സ് ആൻഡ് പ്രിൻസിപ്പാലിറ്റീസും സ്വർഗത്തിൽ നിന്ന് എത്തി നോക്കുകയാ, ദൈവം എന്താണ് ഈ മനുഷ്യരിൽ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ മറഞ്ഞു കിടക്കുന്ന ഈ മർമ്മമുണ്ടല്ലോ, ദൈവം അനാദികാലം മുതൽ മറഞ്ഞു കിടക്കുന്ന ദൈവത്തിന്റെ മർമ്മം എന്തെന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ശലോമോന് അറിയാത്ത ഈ സംഭവം, പിടികിട്ടാത്ത ഈ സംഭവം മനസ്സിലാക്കാൻ നമുക്ക് ദൈവത്തിന്റെ കരുണയിൽ ആശ്രയിക്കാം. യേശയ്യാ 53 കടന്നു വരുമ്പോ, ഓ ലോർഡ് ഐ ലവ് യു, യേശയ്യാ 53 കടന്നു വരുമ്പോ നമുക്ക് അവിടെ കാണാം, തുടക്കത്തിലേ പറയുന്നത് ഈ റിപ്പോർട്ട് ആര് വിശ്വസിക്കുമെന്നാ ചോദിക്കുന്നത്. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം എന്നും യേശു ക്രിസ്തു ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമൊന്നും അധ്യായമൊന്നും ഒക്കെ വെളിപ്പെടുത്തിയ യേശയ്യാ 53 വായിക്കുന്നത്. അതിൽ ഒന്നൊന്ന് വായിച്ച്. ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ഇത് റിപ്പോർട്ട് താഴെ എഴുതാൻ പോവാ. ഞങ്ങൾ ഈ കേൾപ്പിച്ചത് ആര് വിശ്വസിക്കുന്നു ഈ ചോദിക്കണേ. കാരണം ഇത് വിശ്വസിക്കത്തില്ലെന്നേ. കാരണം
ദൈവം അനാദികാലം മുതൽ മറച്ചു വെച്ചിരിക്കുന്ന മർമ്മമാ. നമ്മുടെ തേജസ്സിനായി മറച്ചു വെച്ചിരിക്കുന്ന ഈ മർമ്മം ഇതാ നമുക്കറിയാല്ലേ. ഇതാ വീണ്ടെടുക്കപ്പെട്ട സഭകളിൽ തിരുവത്താർ ശുശ്രൂഷയിൽ എല്ലാ സമയം വായിക്കുന്ന ഒരു വചനഭാഗമാണ് ഏശയ്യാ 53. ഇത് വായിച്ചു വിടൂന്നല്ലാതെ ദൈവം എന്ത് ചെയ്യുന്നു, ദൈവത്തിന്റെ ഇഷ്ടം ഇതിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ തിരിച്ചറിയുന്നില്ല. ഹല്ലേലൂയ. എന്താണ് ഞങ്ങൾ കേൾപ്പിച്ച ആരും വിശ്വസിച്ചിരിക്കുന്നു? കാരണം ഇംഗ്ലീഷിൽ വായിക്കുമ്പോ who has believed our report. ഹല്ലേലൂയ. ഇതാ ഈ റിപ്പോർട്ട് ആരാ വിശ്വസിച്ചതെന്നാണ് ചോദിക്കുന്നത്. ഈ റിപ്പോർട്ട് ആരാണ് വിശ്വസിച്ചത്? ഇനി ഞാന് എന്താണ് ആ റിപ്പോർട്ട്? അതിന്റെ റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം ഏശയ്യാ 53-ലുണ്ട്, 53-10 അവിടെ പറയാണ്, ദൈവമായ യഹോവ യേശു ക്രിസ്തുവിലൂടെ തന്റെ വംശത്തെ കാണുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന റിപ്പോർട്ടാണ് അവിടെ എഴുതിയേക്കണേ. ഈ റിപ്പോർട്ടാണ് ആര് വിശ്വസിക്കുന്നു ചോദിച്ചത്. ഇതാണ് യഹോവയുടെ ഇഷ്ടം. ഇതാണ് യേശു ക്രിസ്തു ചോദിക്കുന്നത് ന്യായവിധിയിൽ. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനും അല്ല, എന്റെ അപ്പന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗ്ഗത്തിൽ കിടക്കുന്നത്. ആ അപ്പന്റെ ഇഷ്ടം 53-10 യേശു ക്രിസ്തു ഒരു ദൈവദാസനോട് പറഞ്ഞൊരു കാര്യമാണ്. ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകം ഏശയ്യാ പ്രവാചകന്റെ പുസ്തകമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായം ഏശയ്യാ 53 ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം 53-10 എന്താണ് അവിടെ എഴുതിയിരിക്കുന്നത്? അവിടെയാണ് ദൈവത്തിന്റെ ഇഷ്ടം രേഖപ്പെടുത്തിയിരിക്കുന്നത്. യേശു ചോദിക്കുന്നത് എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, ന്യായവിധിയിലെ എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നത്. ആ ഇഷ്ടമാണ് മറഞ്ഞു കിടക്കുന്നത്. ഹല്ലേലൂയ. അതെന്ന് നമുക്ക് വായിക്കാം. ഏശയ്യാ 53-10 വായിച്ച്. എന്നാൽ അവനെ തകർത്തു കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അവന് കഷ്ടം വരുത്തി. അവന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും യഹോവയുടെ ഇഷ്ടം അവന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. ഹല്ലേലൂയ. സിസ്റ്ററെ, ഹിന്ദി ബൈബിൾ ഉണ്ടോ? അതൊക്കെ കയ്യിൽ വെച്ചു. ഞാനൊരു ആ വാക്യം നമുക്ക് ഹിന്ദിയിലൊന്ന് വായിക്കാം. ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അർത്ഥം ഹിന്ദിയിലാണ് തന്നെ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, നിങ്ങൾ ശ്രദ്ധിച്ചേ, അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറഞ്ഞു ഈ റിപ്പോർട്ട് ആര് വിശ്വസിക്കുന്നതെന്ന് ചോദിക്കണേ. എന്താ റിപ്പോർട്ട്? ഈ 53-10 റിപ്പോർട്ട്. യഹോവയായ ദൈവം, അതായത് കാരണഭൂതനായ ദൈവം തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ, ഹല്ലേലൂയ, ക്രിസ്തുവിലൂടെ മുഖാന്തരത്തിലൂടെ സന്തതിയെ, വംശത്തെ ഉണ്ടാക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം മക്കളെ ഉണ്ടാക്കുകയാണ്. ദൈവ കുടുംബത്തിലേക്ക് ദൈവം മക്കളെ ഒരുക്കുകയാണ്. എല്ലാം ഗോഡ് കാറ്റഗറിയാണ്. ഗോഡ് കാറ്റഗറി. ഈ കാറ്റഗറിയിൽ ഒരാൾ മാത്രമേ അത്യുന്നതനായ പരമപ്രധാൻ പരമേശ്വർ ഉള്ളൂ. അത്യുന്നതനായ ഒരാളേ ഉള്ളൂ. ഇതാ യേശു പറയുന്നത്, ബൈബിളിലെ വചനം പറയുന്നത്, ഏകസത്യദൈവമായ നിന്നെയും. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കൾ എല്ലാം ദൈവങ്ങൾ തന്നെയാ. പക്ഷെ ആരും അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവല്ല. മനുഷ്യന്റെ മക്കളെല്ലാം മനുഷ്യര് തന്നെയാണ്. പൂച്ചയുടെ മക്കളൊക്കെ പൂച്ച തന്നെയാണ്. ഹല്ലേലൂയ. ഈ ഒരു സത്യം തിരിച്ചറിയുക. ഇതാണ് 1 കൊരിന്ത്യർ 8:5-6-7 പറയുന്നത്. ദൈവങ്ങൾ എന്ന് പറയുന്നവർ, എലോഹീമുകൾ അനേകരുണ്ട്. ഇതിന്റെ നടുവിൽ പരമപ്രധാൻ പരമേശ്വർ ഒരാളേ ഉള്ളൂ, സ്വർഗസ്ഥ പിതാവ്. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. ഹല്ലേലൂയ. എന്നിട്ട് ദൈവത്തിന്റെ പദ്ധതി എന്താ? ആ പദ്ധതിയിൽ തന്റെ പുത്രനായ ഏകജാതനായ ക്രിസ്തുവിലൂടെ തനിക്ക് അനേകം മക്കളെ ജനിപ്പിക്കുകയും, അങ്ങനെ ഏകജാതനായ ക്രിസ്തു ഈ മക്കൾ ജനിക്കുമ്പോൾ ഏകജാത സ്ഥാനം നഷ്ടപ്പെട്ടിട്ട് ആദ്യജാതനായി മാറുകയോ, അങ്ങനെ സകലത്തിന് അവകാശിയായ ക്രിസ്തുവിന്റെ അവകാശം ഇതാ തന്റെ സഹോദരങ്ങളുമായി പങ്കുവെച്ച് കഴിയുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, നാം ദൈവത്തിന്റെ അവകാശികള്, ക്രിസ്തുവിന്റെ അവകാശികളല്ല, ദൈവത്തിന്റെ അവകാശികൾ. വാരിഷ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ അവകാശികള്, ക്രിസ്തുവിന്റെ കൂട്ടവകാശികള്, സംഗീ വാരിഷ് ഓഫ് ക്രൈസ്റ്റ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമായി മാറും. ഇതൊക്കെ മറഞ്ഞു കിടന്ന സത്യമാണ് എന്റെ പ്രിയ കുഞ്ഞുങ്ങളെ. പൗലോസ് അപ്പോസ്തലൻ വെളിപ്പെട്ടു. പക്ഷെ തുടർന്ന് ഇത് ആരും പറയുന്നതായിട്ട് കേൾക്കണില്ല. പേടിച്ചിട്ടാണോ അതോ അറിയാഞ്ഞിട്ടാണോ? ഹല്ലേലൂയ. വചനം പറയുന്നതിൽ എന്തിനാ പേടിക്കണേ?
അങ്ങനെ ദൈവം തന്റെ ഫാമിലിയെ ഒരുക്കുകയാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം ുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാര് ദൈവത്തിന്റെ ഭവനക്കാരും അത്രേ, ഫാമിലി ഓഫ് ഗോഡ്. എന്തിനാ പേടിക്കണേ? ധൈര്യമായിട്ട് വചനം പറയുന്നേ. ദൈവം നമുക്ക് സപ്പോർട്ട് നിൽക്കും. പലരും എതിർത്ത് വരും. ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങനെയല്ല പഠിപ്പിച്ചത്, ഇങ്ങനെയായിരുന്നു പഠിപ്പിച്ചത്, അതേപോലെ വേണം. അവരോട് പറയുക, പിതാക്കന്മാരുടെ ഒരു പിതാവുണ്ട്, ദൈവം. ആ ദൈവം എന്ത് പറയണോ അതാണ് എനിക്ക് വേദവാക്യം. ഹല്ലേലൂയ എന്ന് പറയാൻ പഠിക്കണം. കർത്താവ് പറഞ്ഞു, ഞാൻ പറഞ്ഞ വചനത്തിൽ നിന്നാൽ വാസ്തവമായി നിങ്ങൾ എന്റെ ശിഷ്യന്മാരാകും. അല്ലെങ്കിൽ പിതാക്കന്മാർ പറഞ്ഞു, അവര് പറഞ്ഞു, ഇവര് പറഞ്ഞു. പിതാക്കന്മാർ വചനപ്രകാരം പറഞ്ഞതൊക്കെ ഏറ്റെടുക്കാം. വചനത്തിൽ ഇല്ലാത്ത മാനുഷികാലോചനകൾ പറഞ്ഞാൽ അത് പയ്യെ ആദരവോടെ സൈഡിലേക്ക് മാറ്റിയിട്ട് സ്വർഗസ്ഥ പിതാവ് തന്റെ പുത്രനായ ക്രിസ്തുവിലൂടെ പറഞ്ഞത് ഏറ്റെടുക്കാം. അങ്ങനെ ഏറ്റെടുത്ത് പണിതാൽ ന്യായവിധി ദിവസം നമ്മളുടെ വിശ്വാസ ജീവിതം താഴെ വീഴത്തില്ല. മത്തായി 7:21, 22, 23 ദൈവദാസന്മാര് വിശ്വാസികളുടെ വിശ്വാസ ജീവിതം താഴെ വീഴുകയാ. യേശു പറയുന്നു, എന്റെ കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനല്ല, എന്റെ പിതാവിന്റെ ഇഷ്ടം. അതാണ് ഏശയ്യാ 53:10 കിടക്കണേ. എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗ്ഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. ഇതാ അധർമ്മം പ്രവർത്തിക്കുന്നവർ ഞാൻ ഒരു കാലത്ത് നിങ്ങളെ അറിഞ്ഞിട്ടില്ല, ഗെറ്റ് ഔട്ട് എന്ന് ദൈവദാസന്മാരോട് പറയുമ്പോ ഏശയ്യാ 53:10 വരുമ്പോ അവിടെ എഴുതിയിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത്, എന്നാൽ ക്രിസ്തുവിനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അപ്പൊ മറിഞ്ഞു കിടക്കുന്ന ആ ജ്ഞാനം ഉണ്ടല്ലോ, ആ ജ്ഞാനത്തിൽ യേശുക്രിസ്തുവിനെ തകർത്തത് ആരാ? നമ്മുടെ ചിന്തയിൽ യേശുക്രിസ്തുവിനെ തകർത്തത് ആരാ? ഈ ലോകത്തിന്റെ ജ്ഞാനപ്രകാരം യഹൂദന്മാര് അല്ലെ, ദുഷ്ടന്മാര് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. യഹൂദന്മാരെ തകർത്ത് കളഞ്ഞു. പിശാച്, അതാണ് ഈ ലോകത്തിന്റെ ജ്ഞാനം. പിശാചിന്റെ ജ്ഞാനപ്രകാരം യേശുവിനെ തകർത്തതാരാ? അതാണ് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരുടെ ജ്ഞാനം. മത്തായി 21 പറയുന്നു, അവര് ചിന്തിച്ചു, ഇവനാണ് അവകാശി, ഇവനെ കൊന്നാൽ തോട്ടം രാജ്യം നമ്മുടേതാവും. ഹല്ലേലൂയ. എന്നാൽ ദൈവം ലോകസ്ഥാപനത്തിന് മുമ്പ് മറച്ചു വെച്ച ജ്ഞാനം നമ്മുടെ തേജസ്സിനായി. ആ ജ്ഞാനം എന്താ? യഹോവ പറയുന്നു, ഞാനാണ് തകർത്തത്. ആ ജ്ഞാനത്തിൽ ഞാനാണ് തകർത്തത്. അവിടെ എഴുതിയിരിക്കുകയാണ്, എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. നമ്മുടെ അപ്പനുണ്ടല്ലോ, നല്ലൊരു കൃഷിക്കാരനാണ്. ഞാനൊരു കൃഷിക്കാരനാണോ? ഹല്ലേലൂയ. എനിക്കത് പറയാൻ അഭിമാനമേ ഉള്ളൂ. ഹല്ലേലൂയ. ഇതാ ഈ ബിസിനസ് ഒക്കെ ഉണ്ട്, സംഭവം ശരിയാ. പക്ഷേ ഇത് ഈ കൃഷിക്കാരനാ. മമ്പട്ടി പിടിക്കുന്ന കയ്യാ, വാക്കത്തി പിടിക്കുന്ന കയ്യാ, അരിവാൾ പിടിക്കുന്ന കയ്യാ. അപ്പോ ശ്രദ്ധിച്ചേ, കാരണം പണിയെടുക്കുന്നതിൽ നമുക്ക് യാതൊരു മടിയും ഉണ്ടാകണം. കൈകൊണ്ട് അധ്വാനിച്ച് ജീവിക്കാനാണ് ദൈവത്തിന്റെ വചനം നമ്മളോട് ആജ്ഞാപിക്കുന്നത്. അപ്പൊ ഇവിടെ അവനെ തകർത്ത് കളയാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. ദൈവത്തിന് തന്റെ വംശത്തെ വേണം. അപ്പൊ നിങ്ങളൊരു കൃഷിക്കാരനാണെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഒരു വിത്ത് കിട്ടി, ഒരു പ്രീഷ്യസ് ആയിട്ടുള്ള ഒരു വിത്ത്. നിങ്ങൾക്ക് ആ വിത്തിലൂടെ അനേക വിത്തുകൾ ഉണ്ടാക്കണം, അനേക ചെടികൾ ഉണ്ടാക്കണം. നിങ്ങൾ എന്ത് ചെയ്യും? അത് നല്ല രുചിയാണ് ആ വിത്ത് കഴിക്കാനായിട്ട്. നിങ്ങൾ എന്ത് ചെയ്യും? ആ വിത്ത് കഴിക്കുവോ? ആ വിത്ത് നിലത്തിട്ട് മുളപ്പിക്കുവോ? വംശത്തെ കാണണമെങ്കിൽ നിലത്തിട്ട് മുളപ്പിക്കും. ദൈവത്തിന് വേണ്ടത് തന്റെ വംശത്തെയാണ്. ആരെപ്പോലത്തെ വംശത്തെ? തന്റെ മകനായ, ഏക മകനായ ക്രിസ്തുവിനെ പോലെയുള്ള വംശത്തെ ദൈവത്തിന് വേണ്ടത്. ദൈവം എന്തെന്നറിയാമോ? ക്രിസ്തു ഇവിടെ ഒന്ന് പറഞ്ഞേ കേട്ടോ. ഇവിടെ വന്ന് പറഞ്ഞൊരു കാര്യം 12:24, യോഹന്നാൻ 12:24 ക്രിസ്തു പറഞ്ഞൊരു കാര്യം, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് അങ്ങനെ ഇരിക്കും, ചത്തെങ്കിൽ വളരെ ഫലം കൊടുക്കും. മനസ്സിലായോ? യോഹന്നാൻ 12:24 എടുത്തെങ്കിൽ വായിച്ച സിസ്റ്ററെ. 12:24. Oh Lord, I love you. Thank you, Father. Thank you, Jesus. ആമേൻ ആമേൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാകും. അപ്പോ
ഒരു ഗോതമ്പ് മണി അല്ലെങ്കിൽ ഒരു വിത്ത് കയ്യിലുള്ള കൃഷിക്കാരൻ ബുദ്ധിമാനാണെങ്കിൽ ഒരേ ഒരു വിത്തേ ഉള്ളൂ. തനിക്ക് അതിലൂടെ ഒരു വംശത്തെ തന്നെ കാണണം എങ്കിൽ ആ കൃഷിക്കാരൻ എന്ത് ചെയ്യും? ആ കൃഷിക്കാരൻ അത് നിലത്ത് വീണ് ചാകാൻ അനുവദിക്കും. ഇല്ലേ? ഇതാണ് സ്വർഗസ്ഥ പിതാവ് ചെയ്തോളൂ. ദൈവത്തിന്റെ വചനം പറയുന്നു, നാം ദൈവത്തിന്റെ കൃഷി. അല്ലെങ്കിൽ കേട്ടിട്ടുണ്ടോ? ദൈവത്തിന്റെ കൃഷിയാണ്. ഭവന നിർമ്മാണമാണ്, ഇത് കൃഷിയാണെന്നേ. സ്പിരിച്വൽ, ആത്മീകമായ കൃഷി, സ്പിരിച്വൽ ഫാമിംഗ്. ഓ ഫാദർ, വി താങ്ക് യു ലോർഡ്, ഐ ലവ് യു. ഫസ്റ്റ് കൊരിന്ത്യർ 3:9 ദൈവത്തിന്റെ വചനം പറയാണ്, ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാർ. കൃഷിയിൽ കൂട്ടുവേലക്കാർ വേണമല്ലോ. നിങ്ങൾ ദൈവത്തിന്റെ കൃഷി, ദൈവത്തിന്റെ ഗൃഹനിർമ്മാണം. അപ്പോ ഇത് ദൈവത്തിന്റെ കൃഷിയാണ്. അപ്പൊ കൃഷിയില് വിത്ത് വേണ്ടേ? അപ്പൊ ദൈവത്തിന് ആകപ്പാടെ ഒരേ ഒരു മകനേ ഉള്ളൂ, ഒരേ ഒരു മകൻ. ഹല്ലേലൂയ. ആ മകനാണ് ക്രിസ്തു. അപ്പൊ ക്രിസ്തുവെ പോലെ അനേകം മക്കളെ വേണം, അനേകം മക്കളെ വേണം. അപ്പൊ ക്രിസ്തു എന്ത് ചെയ്യണം? ക്രിസ്തു എന്ന വിത്തിനെ വിതയ്ക്കാനിട്ട് കൊടുക്കണം. വിതയ്ക്കാൻ. ആ വിതയ്ക്കുമ്പോ എന്ത് പറ്റും? ആ വിതയ്ക്കുന്ന വിത്ത് മരിച്ചു പോകും. ഹല്ലേലൂയ. വിതയ്ക്കുന്ന വിത്ത് മരിച്ചിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് ഒരു ചെടി അങ്ങ് വന്നിട്ട് അതിൽ അനേക വിത്തുകൾ ഉണ്ടാകും. ഹല്ലേലൂയ. അപ്പൊ യേശു ക്രിസ്തു എന്ന ആ വിത്ത് വിതച്ചപ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് വന്ന ചെടിയുടെ പേരെന്ന് പറയാമോ? തന്റെ രക്തം, തന്റെ ജീവനങ്ങ് കൊടുത്തപ്പോ അതിന്റെ ഉള്ളിൽ നിന്ന് വളർന്നു വന്ന ചെടിയുടെ പേര് പറയാമോ? താഴെ എഴുതിയാ മതി. അതിന്റെ ഉള്ളിൽ നിന്ന് വന്ന ചെടിയുടെ പേരാണ് സഭ. ഹല്ലേലൂയ. തന്റെ രക്തത്താൽ നേടിയ സഭ എന്ന ദൈവത്തിന്റെ വചനം പറയുന്നത്. തന്റെ രക്തം കൊടുത്തപ്പോ താൻ സഭയെ നേടുകയാണ്, പുതിയ സൃഷ്ടിയെ അതിലൂടെ നേടുകയാണ്. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തി ലോർഡ്, ഐ ലവ് യു. അതിന്റെ 20-ാം അധ്യായം 28-ാം വാക്യം വായിച്ചു. ഓ ലോർഡ്, ഐ ലവ് യു, ഐ താങ്ക് യു. ദൈവം ലോക സൃഷ്ടിക്കുമ്പോ മുൻ നിയമിച്ച മറിഞ്ഞിരിക്കുന്ന ജ്ഞാനമായി ഇത് സഭ മുഖാന്തരങ്ങൾ വെളിപ്പെടുമ്പോ അപ്പോഴാണ് ലോകം അറിയുന്നത്, സഭയിലെ ജനങ്ങൾ അറിയുന്നത്, ദൂതന്മാർ അതിലേക്ക് എത്തി നോക്കുന്നത്. ഹല്ലേലൂയ. ഇപ്പൊ ഈ സന്ദേശം ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം, നിങ്ങളുടെ ഹൃദയത്തിൽ ഇതുവരെ തെളിയാത്ത പലതും തെളിഞ്ഞുകൊണ്ടിരിക്കുക. വായിക്കാം. 20-28 വായിക്കും സിസ്റ്ററെ. നിങ്ങളെ തന്നെയും താൻ സ്വന്തം രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ദൈവത്തിന്റെ സഭയെ മേയ്പാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ അധ്യക്ഷരാക്കി വെച്ച ആട്ടിൻകൂട്ടം മുഴുവനെയും സൂക്ഷിച്ചുകൊള്ളുവിൻ. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേട്ടോ, തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭ. അപ്പൊ രക്തം കൊടുത്തപ്പോ എന്നാ കിട്ടി? രക്തം കൊടുത്തപ്പോ സഭ കിട്ടി. ഞാൻ കുറച്ച് ഫണ്ട് കൊടുത്തപ്പോ എനിക്ക് കണ്ണാടി കിട്ടി. നിങ്ങൾ കുറച്ച് ഫണ്ട് കൊടുത്തപ്പോ നിങ്ങൾക്ക് മൊബൈൽ കിട്ടി. സിസ്റ്റർ കുറച്ച് ഫണ്ട് കൊടുത്തപ്പോൾ സിസ്റ്ററിന് ചുരിദാർ കിട്ടി. നിങ്ങൾ കുറച്ച് ഫണ്ട് കൊടുത്തപ്പോൾ ഷർട്ട് കിട്ടി. യേശുക്രിസ്തു രക്തം കൊടുത്തപ്പോൾ എന്താ കിട്ടി? സമ്പാദിച്ചത് സഭയെയാണ്. രക്തം കൊടുത്തു വെച്ചാൽ തന്റെ ജീവൻ കൊടുത്തു. താൻ തകർന്നു. താൻ തകർന്നപ്പോ തനിക്ക് അതിലൂടെ സഭയെ കിട്ടി. ഹല്ലേലൂയ. ആ സഭയിലൂടെ യേശുവെ പോലെയുള്ള അനേകം മക്കളാണ് വിരിയുന്നത്. ആ ഒരു നെല്ല് നിലത്ത് വീണ് ചത്തു, അത് ഒരു ചെടിയായി വന്നു. അതിൽ അനേക കതിരുകൾ ഉണ്ടായി. ആ കതിരുകളൊക്കെ ഏത് വിത്ത് ചത്തോ ആ വിത്ത് പോലെ തന്നെ ഇരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇതാണ് റോമ 8:29 പറയുന്നത്. ദൈവത്തിന്റെ ഈ മഹാപദ്ധതിയാണ്. യേശുവെ പോലെയുള്ള ഏത് വിത്താണോ തകർന്നത്, അതേപോലെയുള്ള അനേക സഹോദരങ്ങൾ യേശുവിന് ഉണ്ടാകാൻ ദൈവം മുൻനിയമിച്ചു. അവരാണ് ദൈവത്തിന്റെ മക്കൾ, ദൈവത്തിന്റെ വംശം. റോമ 8:29 വായിച്ചത്. റോമ 8:29 ശ്രദ്ധയോടെ കേൾക്കണം. ഹല്ലേലൂയ. സ്വർണം അല്ലെങ്കിൽ രത്നം വിതറുമ്പോ അലസമായിട്ടിരിക്കരുത്, വളരെ ശ്രദ്ധയോടെ കേൾക്കുക. ഹല്ലേലൂയ. ഭൂമിയിലെ രത്നങ്ങൾ ഇവിടം കൊണ്ട് തീരും, എന്നാൽ
മറഞ്ഞിരിക്കുന്ന മർമ്മങ്ങൾ, ഗുപ്തനിധികൾ, അത് വളരെ ശ്രദ്ധയോടെ ഏറ്റെടുക്കുക. ഹല്ലേലൂയ. വായിച്ച് 8:29. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദിജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപമാകുവാൻ മുൻ നിയമിച്ചുമിരിക്കുന്നു. മനസ്സിലാവുന്നുണ്ടോ? ദൈവം മുന്നറിഞ്ഞു. കാരണം മുന്നറിഞ്ഞതിന്റെ കാര്യം എന്താ? ഇത് ലോക സ്ഥാപനത്തിന് മുമ്പേ ദൈവം തീരുമാനിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അത് മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ, അതായത് ക്രിസ്തു, അനേകം സഹോദരന്മാരിൽ. അപ്പൊ ക്രിസ്തുവിന് ആരുണ്ടാകുമെന്നാണ് ദൈവത്തിന്റെ മുന്നറിവ്? ഒന്ന് പറഞ്ഞു നോക്കി. ആ സഹോദരന്മാരുണ്ടാകുമെന്ന് അവൻ ദൈവം മുന്നറിഞ്ഞവരെ തന്റെ പുത്രനായ ക്രിസ്തു അനേക സഹോദരന്മാരിൽ, ശ്രദ്ധിച്ചേക്കണം, ആ ഗ്രാമറ്റിക്കൽ കൺസ്ട്രക്ഷൻ ശ്രദ്ധിച്ചോ, ആദ്യജാതൻ ആകേണ്ടതിന്. ഹലോ, ശ്രദ്ധിച്ചേ, ആദ്യജാതൻ ആകേണ്ടതിന്. അപ്പോ ഇപ്പോ എന്തല്ല? ആദ്യജാതൻ അല്ല. പിന്നെ ഏത് ജാതനാണ്? ഏകജാതനാണ്. ഒറ്റ വിത്തേ കയ്യിലുള്ളൂ കൃഷിക്കാരന്റെ കയ്യില്. ഒരേ ഒരു വിത്തേ ഉള്ളൂ. ഹല്ലേലൂയ. ഒരേ ഒരു വിത്തേ ഉള്ളൂ. അതിനെയാണ് തകരാൻ വിട്ടുകൊടുക്കാൻ പോണേ. എന്തിനാ? അതിൽ നിന്ന് അനേകം ഉണ്ടാകാൻ. ആരെ പോലെ? ആ തകർക്കുന്ന വിത്ത് ഏതാണോ അതുപോലത്തെ അനേക വിത്തുകൾ ഉണ്ടാകണം. ഹല്ലേലൂയ. അപ്പോ അനേക സഹോദരന്മാരിൽ ആദ്യജാതൻ ആയിട്ടില്ല, ആകേണ്ടതിന്. അപ്പൊ ഇതാണ് ദൈവത്തിന്റെ മറഞ്ഞിരിക്കുന്ന ജ്ഞാനം. ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട്, ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപമാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അനുരൂപമാകാൻ മുൻ നിയമിച്ചിരിക്കുന്നു. അപ്പൊ ഇത് നമ്മൾ വ്യക്തതയോടെ നമ്മുടെ ഉള്ളിൽ വേണം. ദൈവം ഒരു കൃഷിക്കാരനായിട്ട് ഇവിടെ വന്നിട്ട് താൻ വിതയ്ക്കുന്ന വിത്ത് എന്ന് പറയുന്നത് തന്റെ പുത്രനായ ക്രിസ്തു ആണ്. അതാണ് യേശയ്യാ 53:10 പറയുന്നത്. ആ വിത്തിനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടമായി. ഞാൻ ധാരാളം വിത്ത് തകർക്കുന്ന ഒരാളാണ്. ഹല്ലേലൂയ. പരീക്ഷിച്ച് അതാണോ, അത് ശരിയാവോ, ഇത് ശരിയാവോ എന്നെല്ലാം പരീക്ഷിച്ച് ധാരാളം വിത്തുകൾ തകർത്ത് കളയും. ഹല്ലേലൂയ. അപ്പോ പ്രിയ സഹോദരങ്ങളെ, യേശയ്യാ 53 വന്നേ. ഈ സംഭവമാണ് ദൈവത്തിന്റെ മറഞ്ഞിരിക്കുന്ന ജ്ഞാനം. ഇത് നമ്മൾ തിരിച്ചറിഞ്ഞ് അതിൽ നമ്മളുടെ പാർട്ട് അറിഞ്ഞ് നമ്മൾ അതിൽ ചേർന്ന് പ്രവർത്തിക്കുക. ഹല്ലേലൂയ. എന്നാൽ അവനെ തകർത്ത് കളവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. അപ്പൊ കൃഷിക്കാരൻ തന്റെ കയ്യിലുള്ള ഒരേ ഒരു വിത്തായ തന്റെ പുത്രനെ തകർക്കുകയാണ്. എന്തിനാണ് തകർക്കുന്നത്? യഹോവന് കഷ്ടം വരുത്തി. അതിന്റെ ഉദ്ദേശം തന്റെ വംശത്തെ കാണണം, തന്റെ തലമുറയെ കാണണം. ദൈവത്തിന്റെ വംശത്തെ, ദൈവത്തിന്റെ തലമുറയെ, അവന്റെ പ്രാണൻ, ക്രിസ്തുവിന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് അവൻ സന്തതിയെ കാണുകയും. ക്രിസ്തു ആരെ കാണണം? സന്തതിയെ കാണണം ക്രിസ്തു. ഹല്ലേലൂയ. എവിടെ വെച്ച്? കാൽവരി ക്രൂശിൽ വെച്ച്. തകർത്ത് കളഞ്ഞാൽ സന്തതിയെ കാണാം. തകർത്ത് കളഞ്ഞാൽ യേശയ്യാ 9:6 നിവൃത്തിയാവും. എന്താ യേശയ്യാ 9:6? ഇന്ന് അനേകർക്ക് തിരിച്ചറിയാൻ കഴിയാത്തൊരു സംഭവം. എന്താ യേശയ്യാ 9:6? യേശയ്യാ 9:6 യേശുവിനെ കുറിച്ചുള്ള ഒരു പ്രവചനമാ. അവൻ നിത്യ പിതാവെന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാന പ്രഭു, നിത്യ പിതാവാണെന്നല്ല, നിത്യ പിതാവ് എന്ന് വിളിക്കപ്പെടും. യേശുക്രിസ്തുവിന് 700 വർഷങ്ങൾക്ക് മുമ്പ് ഇതാ ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനിലൂടെ വെളിപ്പെടുത്തിയ ഒരു ഭവിഷ്യവാണി, പ്രവചനമാണിത്. ഹല്ലേലൂയ. ഒരു പ്രവചനമാണിത്, അല്ലാണ്ട് അപ്പോഴുള്ള യാഥാർത്ഥ്യമല്ലത്. ഈ ജനിക്കാൻ പോകുന്ന ശിശു, ആ ശിശു നിത്യ പിതാവെന്ന് വിളിക്കപ്പെടും. ഹല്ലേലൂയ. അത് നിവൃത്തിയാകുന്ന സ്ഥലമാണ് കാൽവരി ക്രൂസിലെ യാഗം. എപ്പോ? അവൻ സന്തതിയെ കാണുമെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നുണ്ട്. സന്തതി ഇല്ലാത്തവൻ ആരെങ്കിലും പിതാവെന്ന് വിളിക്കും? ഇല്ല. സന്തതിയെ കണ്ടാലോ അന്ന് മുതൽ വിളിക്കും. ചെലവുണ്ട് ഒരു അപ്പനായല്ലേ എന്നൊക്കെ പറയാറില്ലേ നമ്മള്? ഹല്ലേലൂയ. ഇത്രയേ ഉള്ളൂ. ആ യേശയ്യാ 9:6 വായിച്ച്. യേശയ്യാ 9:6.
നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിൽ ഇരിക്കും. അവന് അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. പേർ വിളിക്കപ്പെടുമെന്ന്. എന്റെ പ്രിയ സഹോദരൻ, ഞാൻ ഇങ്ങോട്ട് ചോദിച്ചോട്ടെ, സ്വർഗസ്ഥനായ പിതാവിന് ആരെങ്കിലും പിതാവ് എന്ന് പേർ വിളിക്കപ്പെടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചേരും? കാരണം സ്വർഗസ്ഥ പിതാവ് ഓൾറെഡി പിതാവാണ്. യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയാണ് പിതാവേ എന്ന് പേർ വിളിക്കപ്പെടും. കാരണം യേശു ക്രിസ്തുവിൽ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് മുമ്പേ നമ്മളെ സ്വർഗസ്ഥ പിതാവ് യേശു ക്രിസ്തു തെരഞ്ഞെടുത്തു. നമ്മളെ യേശുവിന് കൊടുത്തു, അതായത് ക്രിസ്തുവിന് കൊടുത്തു. ഹല്ലേലൂയ. പക്ഷെ മക്കൾ ജനിച്ചിട്ടില്ല. കൊടുത്തതാ. മക്കൾ ജനിക്കുന്നത് കാൽവരി ക്രൂശിലെ യാഗത്തിലൂടെയാണ് അവരെ പുതിയതായി സൃഷ്ടിക്കുകയും തുടർന്ന് വീണ്ടും ജനം നടക്കുകയും ചെയ്യുന്നത്. ഇതാണ് യേശയ്യാ 2:13 ഹെബ്രായ 2:13 പറയുന്നേ. ഹല്ലേലൂയ. ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കൾ. ഹല്ലേലൂയ. ഹെബ്രായ 2:13 വായിച്ച്. യേശുക്രിസ്തുവിന്റെ വേഡിങ് ആ പറയുന്നത്. ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കൾ. നമ്മൾ സ്വർഗത്തിലെ നമ്മുടെ അപ്പൻ സ്വർഗസ്ഥ പിതാവ് യേശുക്രിസ്തുവിന് കൊടുത്ത മക്കളാണ് നമ്മൾ ഓരോരുത്തരും. ഒന്ന് വായിച്ച്. ഹെബ്രായ 2:13. ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്നും പറയും. ഹല്ലേലൂയ. ശ്രദ്ധിച്ചേ, ഇവിടെ യേശുക്രിസ്തുവിനെ കുറിച്ച് പറയാണ് യേശുക്രിസ്തു സ്വർഗസ്ഥ പിതാവിൽ ആശ്രയിക്കുമെന്ന് ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. ഹല്ലേലൂയ. ദൈവം ക്രിസ്തുവിന് കൊടുത്ത മക്കളാണ് നമ്മൾ. ഹല്ലേലൂയ. ദൈവം ക്രിസ്തുവിന് കൊടുത്ത മക്കൾ. അപ്പൊ ഇത് വ്യക്തതയോടെ തിരിച്ചറിയാം. എന്നിട്ട് അതിന്റെ താഴെ പറയുന്ന ഒരു കാര്യം വരുമ്പോൾ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്, മക്കൾ ജഡരക്തങ്ങളോട് കൂടെയുള്ളവനാകിയാൽ അവരും അവരെ പോലെ, അതായത് ക്രിസ്തുവും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടെയുള്ളവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി മക്കളെ തിരിച്ചു പിടിക്കുകയാണ്. ഹല്ലേലൂയ. ദൈവം കൊടുത്ത മക്കളെ തിരിച്ചു പിടിക്കുകയാണ്. ഇതാണ് യേശു പലയിടത്തും പറയുന്നത്, പിതാവ് എനിക്ക് തന്നതിൽ ഒന്നുപോലും ഞാൻ നഷ്ടപ്പെടുത്താതെ. ഹല്ലേലൂയ. അപ്പൊ പിതാവ് യേശു ക്രിസ്തുവിന് കൊടുത്ത മക്കളാണ് നമ്മൾ. കഴിഞ്ഞ കാലങ്ങളിൽ ഇതൊന്നും അല്ല നമ്മൾ പഠിച്ചത്, വേറെ എന്തൊക്കെയോ പഠിച്ചു വെച്ചു. അത് ഇന്ന് സത്യം കേൾക്കുമ്പോൾ ആ പഠിച്ചു വെച്ചത് ഇതിനെ എതിർക്കുകയാണ്. അതൊക്കെ വിട്ടുകളയുക. തിരുവചനത്തിൽ ഇല്ലാത്തതൊക്കെ വിട്ടുകളയുക. തിരുവചനത്തിലുള്ളത് വെച്ച് മനസ്സ് പുതുക്കി രൂപത്തിന് അന്തരം വരുത്തുക. സത്യം തിരിച്ചറിയുമ്പോൾ സത്യം നമ്മളെ സ്വതന്ത്രമാക്കുക. അപ്പോ ഇവിടെ പ്രിയ സഹോദരങ്ങളെ പറഞ്ഞു വന്നത്, അവന്റെ പ്രാണന് അകൃത്യയാഗമായി തീർന്നിട്ട് യേശുക്രിസ്തു എന്ത് കാണാം? സന്തതിയെ കാണുകയും, സന്തതിയെ കണ്ടാൽ യേശുക്രിസ്തു ആരായി? അപ്പനായി. ഹല്ലേലൂയ. യേശയ്യാ 9:6 നിവർത്തിക്കപ്പെട്ടു. അവൻ പിതാവായി തീർന്നു. പക്ഷേ നിത്യപിതാവായോ? ഈ ഭൂമിയിലെ ഏതെങ്കിലും ഒരു പയ്യനോട് ചോദിക്കുക. ഇന്ന് ഒരു ഹിന്ദിക്കാരുടെ ഇടയിലായിരുന്നു എനിക്ക് മീറ്റിംഗ്, അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഹിന്ദി വരുന്നത്. ശ്രദ്ധിച്ചേ, ആ പയ്യനോട് ഞാൻ ചോദിച്ചു, നിന്റെ പേരെന്താ? അപ്പോ പേര് പറഞ്ഞു ഫ്രാൻസിസ്. നിന്നെ ആരെങ്കിലും അപ്പാന്ന് വിളിക്കുമെന്ന് ചോദിച്ചു. അവൻ പറഞ്ഞു ഇല്ലാന്ന് പറഞ്ഞു. അതെന്താന്ന് ചോദിച്ചു. എനിക്ക് മക്കളില്ല. ഓക്കെ, അപ്പൊ മക്കളുള്ളവനെ അപ്പാന്ന് വിളിക്കുള്ളൂ. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതാ നീ കല്യാണം കഴിച്ചു, ഇതാ നിനക്ക് മക്കളായി, പക്ഷേ നിന്നെ അപ്പാന്ന് വിളിക്കും, ശരിയാണ്. പക്ഷെ ആരെങ്കിലും നിത്യ അപ്പാന്ന് വിളിക്കോ? ആ ആലോചിച്ചിട്ട് പറഞ്ഞു ഇല്ല. അതെന്താ? ഞാൻ മരിച്ചു. അപ്പൊ ഞാൻ അപ്പനാണ്. ഈ ഭൂമിയിലെ അപ്പന്മാരൊക്കെ അപ്പനാണ്. ആരും നിത്യ അപ്പൻ അല്ല. പക്ഷെ ഇവിടെ യേശുവിനെ കുറിച്ച് താഴെ പറയുകയാണ്, അവൻ സന്തതിയെ കാണുക മാത്രമല്ല ഉയർത്തെഴുന്നേറ്റു, ദീർഘായുസ് പ്രാപിക്കും. ഹല്ലേലൂയ. യേശു ക്രിസ്തു പറയാണ്, ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ ഞാൻ മരണത്തിൽ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, ഇനി മരണത്തിന് എന്റെ മേൽ യാതൊരു അവകാശവും ഇല്ല. അതിന്റെ അർത്ഥം യേശു നിത്യം ജീവിക്കുക. അപ്പൊ യേശു ഏതപ്പനായി? നിത്യ അപ്പനായി. അതാണ് യേശു 9:6. അവൻ നിത്യപിതാവേ എന്ന് വിളിക്കപ്പെടും. ഇനി മനസ്സിലാക്കിക്കോ, ഈ നിത്യപിതാവായ ക്രിസ്തുവിനും നമുക്കും മുകളിൽ ഒരു പിതാവുണ്ട്. അതാരാന്നറിയാമോ? സ്വർഗസ്ഥ പിതാവ്. അതാണ് കാരണഭൂതൻ. ഈ ഒരു തിരിച്ചറിവ് വേണം. അല്ലെങ്കിൽ ഭൂമിയിലെ കുടുംബത്തിൽ പിതാവ് മാതാവ്, പിതാവ് കാരണഭൂതൻ, മാതാവ് മുഖാന്തരം.
പക്ഷെ സ്വർഗത്തിലെ കുടുംബത്തിൽ മാതാവ് എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇല്ല. ആ മാതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നത് യേശുക്രിസ്തുവാണ് മുഖാന്തരമായി. അപ്പൊ യേശുക്രിസ്തുവിനെ കയറി മാതാവ് എന്ന് വിളിക്കാൻ പറ്റും? അപ്പൊ യേശുക്രിസ്തുവിനെ വിളിക്കുന്നത് ദാ നിത്യപിതാവ് എന്നാണ്. എന്നാൽ യേശുക്രിസ്തുവിന്റെ അപ്പനായ സ്വർഗസ്ഥ പിതാവാണ് അത്യുന്നതനായ ദൈവം. നിങ്ങൾക്ക് തെളിവ് വേണോ? തെളിവ് വചനത്തിലൂടെ തെളിവ് തരട്ടെ. യേശുക്രിസ്തുവിന് നമുക്ക് പിതാവ് ഒന്നാണെന്ന്, അല്ലെങ്കിൽ ആ പിതാവാണ് സ്വർഗസ്ഥ പിതാവ് എന്ന്. ഇതാണ് യോഹന്നാൻ 20:17, ഹെബ്രായർ 2:11. ഇതൊക്കെ തെളിവുകളാണ്. 20:17 ഒന്ന് വായിച്ചത് ആ തെളിവൊന്ന് മനസ്സിലായിക്കോട്ടെ. യേശുക്രിസ്തുവിനും നമുക്കും പിതാവുണ്ട്. ആ പിതാവാണ് സ്വർഗസ്ഥ പിതാവ്. യേശുക്രിസ്തു ഒരാളാണ്. യേശുക്രിസ്തു എന്നാൽ ആ പിതാവുണ്ട്. വായിച്ചു. അതിന് ഗുരു എന്നർത്ഥം. യേശു അവളോട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ കയറിപ്പോയില്ല. എങ്കിലും നീ എന്റെ സഹോദരന്മാരുടെ അടുക്കൽ ചെന്ന് എന്റെ പിതാവും നിങ്ങളുടെ പിതാവും എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവുമായവന്റെ അടുക്കൽ ഞാൻ കയറിപ്പോകുന്നു എന്ന് അവരോട് പറക എന്ന് പറഞ്ഞു. ക്ലിയർ അല്ലേ? ഇതാണ് ദൈവത്തിന്റെ വംശം. യേശു ക്ലിയർ ആയിട്ട് പറഞ്ഞു. ഇന്ന് ഞാൻ സംസാരിച്ചിട്ടിരുന്നപ്പോ ട്രാൻസ്ലേറ്റ് ചെയ്ത ദേവദാസൻ പറഞ്ഞു, യേശു ക്രിസ്തു തന്റെ ചേലകളോട് പറഞ്ഞു, ഞാൻ പിതാവിനെ കാണാൻ പോവാന്ന്. ഉടനെ എനിക്ക് വലിയ ഹിന്ദിയൊന്നും അറിയത്തില്ലല്ലോ. ഉടനെ ദൈവത്തിന്റെ ആത്മാവ് കാലത്ത് കറക്റ്റ് ചെയ്യിപ്പിച്ചു. ദേവദാസിനെ ചേലയോടല്ല പറഞ്ഞേ, ചേലം ശിഷ്യന്മാർ ചേലയോടല്ല പറഞ്ഞത്, ഭായിയോടാ പറഞ്ഞത്. ഭായിമാരോടാ പറയാനാ പറഞ്ഞേ. ഹല്ലേലൂയ. ശിഷ്യന്മാരോട് പറയാനല്ല പറഞ്ഞേ, എന്റെ സഹോദരന്മാരോട് പോയി പറ. എന്ത് പറയാൻ? മഗ്ദലക്കാരത്തി മറിയോട് പറയാം, നീ പോയി എന്റെ സഹോദരന്മാരോട് പറയാന്ന്. ഇതല്ലേ റോമ 8:29 പറഞ്ഞേ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവം മറിഞ്ഞിരിക്കുന്നവന് തന്റെ പുത്രനായ ക്രിസ്തു അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന്, മൂത്തവനാകേണ്ടതിന് ഞാൻ എന്റെ കയ്യിൽ നിന്ന് ഒന്നും ഇട്ടിട്ടില്ല. പേടിക്കണ്ട. നിങ്ങളുടെ ബൈബിൾ എടുത്ത് നോക്ക്. ഹല്ലേലൂയ. ക്രിസ്തു അനേക സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിനായിട്ടില്ല, ആകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുഭവം നിയമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇതുകൊണ്ട് യേശു അവിടെ പറയാണ്, നീ പോയി എന്റെ സഹോദരന്മാരോട് പറയണം. ഹല്ലേലൂയ. ഞാൻ എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എന്റെ പിതാവും നിങ്ങളുടെ പിതാവുമായവന്റെ അടുക്കൽ. ഹല്ലേലൂയ. വളരെ പ്രിസൈസ് ഇൻഫർമേഷൻ ആണ്. എന്റെ വിശ്വസിക്കരുത്, നിങ്ങളുടെ കയ്യിലെ ബൈബിൾ വിശ്വസിക്കണം. എന്റെ ദൈവവും നിങ്ങളുടെ ദൈവവും എന്റെ പിതാവും നിങ്ങളുടെ പിതാവുമായവന്റെ അടുക്കൽ. അപ്പോ യേശുക്രിസ്തുവിന്റെ പിതാവ്, നിത്യപിതാവായ യേശുക്രിസ്തുവിന്റെ പിതാവും നമ്മളുടെ പിതാവും, അതാണ് അത്യുന്നതനായ ദൈവം. ഹല്ലേലൂയ. നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഇതാ നമ്മൾ അവകാശമാക്കാൻ പോകുന്ന ആ അവകാശം ഉണ്ടല്ലോ, ഭൂമിയിലെ താൽക്കാലിക അവകാശം പോലെയല്ല, നിത്യ അവകാശമാണ്. അവിടെ ആ നിത്യ അവകാശത്തിൽ സ്ത്രീകളില്ല. പക്ഷേ ഇതാ ഇവിടുത്തെ സ്ത്രീകളും ജയം പ്രാപിച്ചാൽ അവിടെ ആകുമ്പോഴൊക്കെ സൺസ് ഓഫ് ഗോഡ് ആയിരിക്കും. ഹല്ലേലൂയ. ഈ ശരീരത്തിൽ മാത്രമേ മെയിൽ ആൻഡ് ഫിമെയിൽ ഉള്ളൂ. ഇവിടെയുള്ള ആണും പെണ്ണും ജയം പ്രാപിച്ചാൽ അവർ ദൈവപുത്രന്മാരാണ്. ഹല്ലേലൂയ. അവിടെ ആ ദൈവപുത്രനായിട്ട് നമ്മളവിടെ ചെല്ലുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അവിടുത്തെ നമ്മുടെ അവകാശം ഭൂമിയിലെ അവകാശം പോലെയല്ല. ഭൂമിയിലെ അവകാശം താൽക്കാലികമാണ്. കുറച്ച് നാൾ മാത്രമേ അപ്പന്റെ അവകാശം നമ്മുടെ കയ്യിൽ വെക്കാൻ പറ്റുള്ളൂ. അതിനുശേഷം നമ്മളങ്ങ് മരിച്ചു പോകും. പിന്നെ അത് നമ്മുടെ തലമുറയിലേക്ക് പോകും. ചിലപ്പോൾ അവര് വിറ്റ് നശിപ്പിക്കുകയും ചെയ്യും. അത് താൽക്കാലികമാണ്. എന്നാൽ നമുക്ക് കിട്ടാൻ പോകുന്ന അവകാശം ഉണ്ടല്ലോ, നിങ്ങൾക്കറിയാം, ഈ ഭൂമിയിൽ ഏതെങ്കിലും നിത്യ അമ്മയുണ്ടോ? ആലോചിച്ചിട്ട് പറഞ്ഞോ. പോട്ടെ, നിത്യ അപ്പനുണ്ടോ? ആലോചിച്ചിട്ട് പറഞ്ഞാ മതി. നിത്യ മകനുണ്ടോ? കാണൂല മക്കളെ. നിത്യ അപ്പനും കാണൂല, നിത്യ അമ്മയും കാണൂല, നിത്യ മക്കളും കാണൂല. എന്നാൽ സ്വർഗരാജ്യത്തിൽ ഉള്ളതൊക്കെ നിത്യ മക്കളും നിത്യ അപ്പനും ഈ എല്ലാവരുടെയും മുകളിൽ സ്വർഗസ്ഥ പിതാവ്. ഹല്ലേലൂയ.
ഈ ഒരു തിരിച്ചറിവ് വേണം. ഹെബ്രായർ 9:15 പറയാണ്, നാം ഇനി അവകാശമാക്കാൻ പോകുന്ന അവകാശം എന്നാന്നറിയാമോ? അത് നിത്യമായത്. ഹല്ലേലൂയ. അവിടെ നമ്മുടെ നിത്യ പ്രൊഫഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾ നേഴ്സാണെങ്കിൽ നിത്യ നേഴ്സാണോ? അല്ല. നിത്യ എഞ്ചിനീയർ ആണോ? അല്ല. നിത്യ ഡ്രൈവർ ആണോ? അല്ല. എന്നാൽ അവിടെ നമ്മൾ നിത്യ രാജാക്കന്മാരാ പ്രൊഫഷനിൽ. എല്ലാവരും ആണോന്നില്ല, അതിൽ ക്വാളിഫൈ ചെയ്യണത്. ഏത് പ്രൊഫഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത്, അവർ നിത്യമായിരിക്കും. അല്ല, നിങ്ങൾക്ക് കിങ്ഡം കിട്ടിയാൽ, ആ രാജഭരണം കിട്ടിയാൽ അത് നിത്യമായിരിക്കും. വായിച്ച 9:15. ഹെബ്രായർ 9:15. അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യ അവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥനാകുന്നു. എന്താ അവകാശമാണ്? താൽക്കാലികാവകാശമല്ല, നിത്യാവകാശം. എന്റെ പ്രിയ കുഞ്ഞിനെ അതിന് ഫോക്കസ് ചെയ്യണം. അത് കിട്ടിയാൽ പിന്നെ ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. നിത്യമായത് ഈ ഭൂമിയിൽ എന്തെങ്കിലും കിട്ടുന്നത് നല്ലതാ, പക്ഷെ അതെല്ലാം മരണം എന്ന ആ കള്ളൻ ഓടിച്ചോണ്ട് പോകും. ഹല്ലേലൂയ. അതെല്ലാം ഈ മരണത്തോടുകൂടി തീരും. ഇത് നമ്മുടെ രത്തൻ ടാറ്റ എന്തൊക്കെ ഉണ്ടാക്കി അല്ലേ? ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം റൈറ്റും റിയൽ മോഡലാ. അല്ലെങ്കിൽ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ ഒരു വിഷയം, യേശുവിന്റെ ഒരു മനസ്സില്ലായിരുന്നു മാത്രമേ ഉള്ളൂ. ഹല്ലേലൂയ. നല്ല അധ്വാനിയായിരുന്നു. യേശു എന്ന് പറയുന്നത് എല്ലാ ആത്മമണ്ഡലത്തിലേക്ക് മാറ്റി. താൻ അധ്വാനിച്ച ഒന്നും നഷ്ടപ്പെടാതെ ആത്മമണ്ഡലത്തിൽ കിട്ടത്തക്ക രീതിയിലാക്കി. യേശു പറഞ്ഞു, ആ നാശയോഗ്യനല്ലാതെ വേറെ ആരും നഷ്ടപ്പെട്ടിട്ടില്ല. പിതാവിന് റിപ്പോർട്ട് കൊടുത്താണേ. ഹല്ലേലൂയ. ഒരു തൊഴിലാളി മുതലാളിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത് പോലെ റിപ്പോർട്ട് കൊടുത്തത്. ഹല്ലേലൂയ. അപ്പൊ എന്റെ പ്രിയ സഹോദരങ്ങളെ, ഇവിടെ നമ്മൾ തിരിച്ചറിഞ്ഞ നിത്യാവകാശമാണ്. അവിടെ നാം മക്കളായി ജയം പ്രാപിച്ചാൽ നിത്യമക്കളാ. അപ്പൊ നിങ്ങൾക്ക് അപ്പന് നിത്യ അപ്പന്മാരവിടെ ഉണ്ടെന്നേ പൗലോസ് പറഞ്ഞിട്ടില്ലേ കൊരിന്ത്യരോട്, നിങ്ങൾക്ക് ഗുരുക്കന്മാരെ ഏറെയുണ്ട്, പക്ഷെ പിതാക്കന്മാരെ ഏറെയില്ല. ഞാനാണ് നിങ്ങളെ സുവിശേഷത്താൽ ജനിപ്പിച്ചത്. അപ്പൊ പൗലോസ് ആരാ? കല്യാണം കഴിക്കാത്ത പൗലോസ് അപ്പനായി. ഈ ഭൂമിയിൽ കല്യാണം കഴിക്കാത്ത പൗലോസും ആരായി? അപ്പനായി. ഇതാ ഫിലോമോൻ എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നുണ്ടോ, ഫിലോമോനോട് പറയുന്നുണ്ടോ ഒനേസിമോസിനെ കുറിച്ച്, ഫിലോമോനെ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കുക. കാരണം ജയിലിൽ വെച്ച് ഞാൻ ജനിപ്പിച്ച എന്റെ മകനായ ഒനേസിമോസിന് വേണ്ടി ഞാൻ എഴുതുന്നത്. യൂട്യൂബുകാരും കേൾക്കാൻ നന്നായി. കല്യാണം കഴിക്കാത്ത പൗലോസ് ജയിലിൽ വെച്ച് മകനെ ജനിപ്പിച്ചു. ശ്രദ്ധിക്കുക. അപ്പോ ജയിലിൽ വെച്ച് ഞാൻ ജനിപ്പിച്ച എന്റെ മകനായ ഒനേസിമോസിന് വേണ്ടി എഴുതുന്നേ. ഫിലോമോൻ 1:6 തോന്നുന്നു. സിസ്റ്റർ നോക്കി അതൊന്ന് വായിച്ചേ. ഓ ലോർഡ്, ഐ ലവ് യു. അപ്പോ നിങ്ങക്ക് മനസ്സിലാക്കാൻ പറ്റണം. ഫിലോമോൻ 1-ാം അധ്യായം. ഓ ലോർഡ്, ഐ ലവ് യു. ഞാനൊന്ന് നോക്കിക്കോട്ടെ. ആ 10. തടവിലിരിക്കുമ്പോൾ ഞാൻ ജനിപ്പിച്ച എന്റെ മകനായ ഒനേസിമോസിന് വേണ്ടിയാകുന്നു നിന്നോട് അപേക്ഷിക്കുന്നത്. അപ്പൊ തടവിലിരിക്കുമ്പോ, ജയിലിൽ കിടക്കുമ്പോ മകനെ ജനിപ്പിച്ചെന്നായി പുള്ളി പറയണേ. ശരിക്കും പറഞ്ഞാൽ സുവിശേഷത്താൽ ജനിപ്പിച്ച മകനാ. അപ്പൊ ഈ ഒനേസിമോസിന്റെ അപ്പനാരാ? ഇമ്മീഡിയറ്റ് ഫാദർ. ഈ ആത്മമണ്ഡലത്തിൽ പല പല ഫാദേഴ്സാ. നമുക്ക് നോക്കിയാൽ ഇപ്പോ എന്റെ അപ്പന്റെ പേര് ജോസഫ് എന്നാണ്, ഇമ്മീഡിയറ്റ് ഫാദർ. എന്നാൽ അപ്പന്റെ അപ്പനുണ്ട്, അതും എനിക്ക് അപ്പൻ തന്നെയാണ്. ഹല്ലേലൂയ. ആ അപ്പന്റെ പേര് ചിന്നക്കുട്ടി എന്നാണ്. ഇനി ചിന്നക്കുട്ടിക്ക് അപ്പനുണ്ട്, ആ അപ്പന്റെ പേര് മത്തായി മാപ്പിളയെന്നാണ്. ജോസഫ് മാപ്പിളയെന്നാണ്. ജോസഫ് മാപ്പിളയ്ക്ക് അപ്പനുണ്ട്, ആ അപ്പന്റെ പേര് കുര്യൻ എന്നാണ്. അതിന് കുര്യൻ അപ്പനുണ്ട്, എനിക്കറിയില്ല. അങ്ങനെ അപ്പന്മാര് പോയി അവസാനം ആദത്തിൽ പോയി നിൽക്കും. ആദത്തിന്റെ അപ്പനാരാ? സ്വർഗ്ഗസ്ഥ പിതാവ്. ഹല്ലേലൂയ. ഇനി പുതിയ സൃഷ്ടിയിലേക്ക് നാം വരുമ്പോ ഇതാ ഈ ഒനേസിമോസിനെ ജനിപ്പിച്ചത് പൗലോസ് പറയുന്നത് താനാണെന്നാണ് അഭിപ്രായം. താനാണ് അതിന്റെ അപ്പൻ എന്നാ പുള്ളിയുടെ ക്ലെയിം. അപ്പൊ ഈ പൗലോസിനെ ജനിപ്പിച്ചതോ? പൗലോസിന്റെ സുവിശേഷം പറഞ്ഞ് ജനിപ്പിച്ച ആള്, അതാണ് പൗലോസിന്റെ അപ്പൻ. അദ്ദേഹത്തോട് സുവിശേഷം പറഞ്ഞ് ജനിപ്പിച്ച ആളാണ് അദ്ദേഹത്തിന്റെ അപ്പൻ. ഹല്ലേലൂയ. അങ്ങനെ പോയി അവസാനം എവിടെ ചെല്ലും? നിത്യ അപ്പനായ ക്രിസ്തുവിനടുക്ക് ചെല്ലും. കാൽവരി ക്രൂശിൽ നമ്മളെ എല്ലാവരെയും ജനിപ്പിച്ചത് ആരാ? യേശു ക്രിസ്തുവാ. ഇനി യേശു ക്രിസ്തുവിനെ ജനിപ്പിച്ചത് ആരാ? സ്വർഗ്ഗസ്ഥ പിതാവാ.
അവസാനം ചെന്ന് സ്വർഗസ്വപിതാവിന്. അതാണ് പുതിയ സൃഷ്ടിയിലെ ലീനിയേജ്, ക്രൈസ്റ്റ് ജനറേഷൻ. മനസ്സിലാകുന്നുണ്ടോ? മറ്റത് ആദംസ് ജനറേഷൻ. ഇതുകൊണ്ടാണ് 15:22 പറയുന്നത് ആദംസ് ജനറേഷനിൽ എല്ലാവരും മരിച്ചു പോകും, എന്നാൽ ക്രിസ്തു ജനറേഷനിൽ എല്ലാവരും ജീവിപ്പിക്കപ്പെടും. ക്രിസ്തു ആരാ സഹോദരങ്ങളെ? ക്രിസ്തു ദൈവമാ, ദൈവപുത്രനാ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ജനറേഷനാണ് ഞാനും നിങ്ങളും പുതിയ സൃഷ്ടിയിൽ. ഞാനും നിങ്ങളും ദൈവത്തിന്റെ വംശമാണ്. ഇതായി ഏശയ്യാ 53:10 പറയുന്നേ, അവന്റെ പ്രാണൻ, ക്രിസ്തുവിന്റെ പ്രാണൻ ഒരു അകൃത്യയാഗമായി തീർന്നിട്ട് ക്രിസ്തു സന്തതിയെ കാണുകയോ ദീർഘായുസ് പ്രാപിക്കുകയും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അങ്ങനെ യഹോവയുടെ ഇഷ്ടം, അപ്പന്റെ ഇഷ്ടം ക്രിസ്തുവിന്റെ കയ്യാൽ സാധിക്കുകയും ചെയ്യും. ഹിന്ദി ബൈബിൾ ആണെങ്കിൽ കുറെ കൂടി ബ്യൂട്ടിഫുൾ ഡെമോൺസ്ട്രേഷൻ ആണ് അത് കാണിച്ചിരിക്കുന്നത്. ഹിന്ദി ബൈബിൾ എഴുതിയിരിക്കുക ദൈവത്തിന് തന്റെ മക്കളെ കാണണമെന്നല്ല, വംശത്തെ കാണണമെന്ന്. വംശത്തെ കാണണമെന്ന്. ഒന്ന് ഹിന്ദി എടുത്തെങ്കിൽ വായിച്ചു സിസ്റ്ററെ. നിങ്ങൾ ഹിന്ദിക്ക് നാട്ടുകാരായതുകൊണ്ട് ഹിന്ദിയൊക്കെ വളരെ എക്സ്പെർട്ട് ആയിരിക്കും. ഞങ്ങളൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇവിടെയും പൊട്ട ഹിന്ദിയൊക്കെ പറഞ്ഞു നിൽക്കണം. വായിച്ച് ഏശയ്യാ 53. तब भी यहोवा को यही भाया कि उससे कुचले, उसी ने उसको रोगी कर दिया। जब तू उसके प्राण दोष बलि करे, तब वह अपना वंश देखने पाएंगे। वह बहुत दिन जीवित रहेगा, उसके हाथ से यहोवा की इच्छा पूरी हो जाएगी. हालेलुया. വളരെ ക്ലിയർ ആയിട്ട് തബ് വഹ് അപ്നാ വംശ ദേഖനെ പായേഗാ. മക്കളെ പോലും അല്ല എഴുതിയേക്കണേ, ദൈവത്തിന് തന്റെ വംശത്തെ കാണണമെന്ന്. ആരിലൂടെ? ക്രിസ്തുവിലൂടെ തന്റെ വംശത്തെ കാണണം. ക്രിസ്തുവെ പോലെയുള്ള അനേക സഹോദരങ്ങളെ കാണണം, മക്കളെ കാണണം. ഹല്ലേലൂയ. ഇത് ഞാൻ എന്റെ കയ്യിൽ നിന്ന് വല്ലതും ഇട്ടോ സഹോദരങ്ങളെ? നിങ്ങളുടെ കയ്യിലെ ബൈബിൾ ഇത് തന്നെയല്ലയോ? എന്നിട്ട് എന്താ ഇത് വിശ്വസിക്കാത്തെ? ഇതിനു മുമ്പ് കിട്ടിയ ജ്ഞാനം അല്ലേ വിശ്വസിക്കാൻ അനുവദിക്കാത്തത്? ദൈവത്തിന്റെ വചനം പറയുന്നു, ദൈവത്തിന്റെ വചനത്തിന് എതിരായിട്ടുള്ള എല്ലാ കോട്ടകളെയും ഇടിച്ചു കളഞ്ഞിട്ട്, ഇടിച്ചു കള അങ്ങനെയുള്ളതിനെയൊക്കെ. ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഇടിച്ചു കള. യേശുക്രിസ്തു പറയുന്നത് 53:10 ബൈബിളിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം. എന്നോടല്ല, ഒരു അനുഗ്രഹ ദേവദാസനോട്. അദ്ദേഹം മരിച്ചുപോയി. ഹല്ലേലൂയ. വ്യക്തിപരമായി ചോദിച്ചാൽ ആ ദേവദാസൻ ആരെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോ ആ ദേവദാസന്റെ പേര് പറഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് ഇനി ഞാൻ ആ ദേവദാസന്റെ പാർട്ടിയാണെന്ന് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ടാ. ഹല്ലേലൂയ. എന്തെങ്കിലും ഒന്ന് കിട്ടാൻ നോക്കിയിരിക്കുകയാണ് പിശാചും അവന്റെ കളകളും. സത്യത്തെ ഒരു ഭാഗത്തേക്ക് ചാർത്തി ദൈവരാജ്യ സുവിശേഷത്തെ ഇല്ലാതാക്കാൻ. ഹല്ലേലൂയ. അപ്പൊ പ്രിയ സഹോദരങ്ങൾ, ഇവിടെ പറയാണ് തബ്ബുഹപ്ന വംശത്തേക്കിനെ പോയ ദൈവത്തിന് ക്രിസ്തുവിലൂടെ തന്റെ വംശത്തെ കാണണം. ഹല്ലേലൂയ. അപ്പോ ഈ ഒരു പദ്ധതി എന്റെ പ്രിയ സഹോദരങ്ങളെ ദൈവത്തിൽ മറഞ്ഞു കിടക്കുന്ന ഒരു പദ്ധതിയാ. അങ്ങനെ നമ്മൾ ഇവിടെ ജയം പ്രാപിച്ച് ദൈവത്തിന്റെ മക്കളും യേശു ക്രിസ്തുവിന്റെ സഹോദരങ്ങളും. അപ്പോൾ തന്നെ 2 പൊസിഷനാണ് യേശു നമുക്കുള്ള. കുടുംബത്തിലേക്ക് വരുമ്പോൾ യേശു, അതായത് വീട്ടിലേക്ക് വരുമ്പോൾ 2 പൊസിഷനാ യേശുവിന് നമ്മളുമായിട്ടുള്ളത്. അതിലൊന്നാണ് യേശു നമ്മുടെ നിത്യപിതാവാണ്, കാരണം കാൽവരി ജനിപ്പിച്ചത് യേശുവാണ്. 2 യേശു നമ്മുടെ എൽഡർ ബ്രദറാണ്, സഹോദരനാണ്. ആദ്യജാതം എന്ന് പറയുമ്പോൾ എൽഡറായി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമുക്ക് ആ കൂട്ടവകാശം കിട്ടുന്നേ. ഇത് നിങ്ങൾ വ്യക്തതയോടെ തിരിച്ചറിയണം. നമ്മൾ ഹെബ്രായ ലേഖനം 11, 12, 13 വായിക്കുമ്പോൾ ഈ 2 പൊസിഷനും തെളിയും. നമുക്കത് വായിക്കാം. അതിനു മുമ്പ് നിങ്ങൾ കാണുക, ഇനി യേശുവുമായിട്ട് ഇത് നമ്മൾ ദേവാലയത്തിലേക്ക് പോകുന്ന ചിന്തിച്ചു. അവിടെ യേശുവിന്റെ പൊസിഷൻ വേറെയാണ്. അവിടെ ദേവാലയത്തിലേക്ക് പോകുമ്പോൾ യേശു അവിടെ നമുക്ക് നിത്യ പുരോഹിതനാവും. ഇനി ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് ചെല്ലുമ്പോൾ യേശു ക്രിസ്തു നമ്മുടെ നിത്യപിതാവും യേശു ക്രിസ്തു നമ്മുടെ എൽഡർ ബ്രദറും ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിതാവിന്റെ അവകാശികളും യേശുവിന്റെ കൂട്ടവകാശികളും ആയിരിക്കും. പക്ഷെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാമോ? വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ യേശു ക്രിസ്തു ആരാന്നറിയാമോ? നാട്ടില് സർവപ്രപഞ്ചത്തിന്റെ രാജാവാണ്. ഹല്ലേലൂയ. പള്ളിയിൽ ചെന്നാൽ നിത്യ പുരോഹിതൻ, വീട്ടിൽ ചെന്നാൽ
നിത്യപിതാവും സഹോദരനും. എന്നാൽ നാട്ടിലിറങ്ങിയാൽ സർവപ്രപഞ്ചത്തിന്റെ രാജാവും കർത്താവും. ശക്തമായി നമ്മൾ ഇത് തിരിച്ചറിയണം. നിങ്ങൾക്കറിയാമോ, ഇത് പെട്ടെന്ന് മനസ്സിലാക്കാൻ? നമ്മുടെ നാട്ടിലൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നു, ഇന്ദിരാഗാന്ധി എന്ന പേര്. നിങ്ങൾക്കറിയാം, നല്ലൊരു മുഖം, പുതിയ തലമുറയ്ക്ക് അറിയാൻ പാടില്ലാത്തുള്ളൂ. ഇതാ അവർ കൊല്ലപ്പെടുകയുണ്ടായി. എന്നാൽ അവരെ കുറിച്ച് പലർക്കും നല്ല അഭിപ്രായമുണ്ട്, ചിലർക്ക് ചീത്ത അഭിപ്രായമുണ്ട്. ഞാൻ രാഷ്ട്രീയക്കാരനൊന്നുമല്ല, എനിക്ക് അതിനെക്കുറിച്ച് പ്ലസും മൈനസും അറിയത്തില്ല. എനിക്കറിയാവുന്നൊരു കാര്യം, അവര് വീട്ടിൽ ചെന്നാൽ നല്ലൊരു ഭാര്യയാണ്, നല്ലൊരു അമ്മയാണ്. ഭർത്താവിന്റെ വീട്ടുകാർക്കും അവർക്കൊക്കെ നല്ലൊരു സഹോദരിയാണ്. വീട്ടിൽ അങ്ങനെയാണ്. ഭർത്താവ് എന്തായിരിക്കും വിളിക്കുന്നത്? ഭാര്യയെ അവരുടെ കൾച്ചർ എന്താണ് വിളിക്കുന്നത് അതായിരിക്കും വിളിക്കുക. ഇനി മക്കൾ എന്തായിരിക്കും വിളിക്കുക? നിങ്ങൾക്കറിയാലോ, രാജീവ് ഗാന്ധിയും ഒക്കെ അവരെന്തായിരിക്കും വിളിക്കുന്നത്? അമ്മയുടെ പ്രൈം മിനിസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. അവരുടെ അമ്മയെന്നാണ് വിളിക്കുക. വീട്ടിൽ അമ്മയാണ് അവർക്ക്, ഭർത്താവിന് ഭാര്യയാണ്. ഹല്ലേലൂയ. സഹോദരിമാരുണ്ടെങ്കിൽ ചേച്ചി എന്നായിരിക്കും വിളിക്കുക. ഹല്ലേലൂയ. അവരുടെ കുടുംബവത്സവം എനിക്ക് അറിയത്തില്ല എന്താണ് ആ ബന്ധമാണ്. പക്ഷേ രാജ്യത്തിലേക്ക് ഇറങ്ങിയാലോ, പൊളിറ്റിക്കൽ ഭാഗത്തേക്ക് ഇറങ്ങിയാലോ, അവർ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ്. ഹല്ലേലൂയ. ഇനി അവർ വേറെ അമ്പലത്തിലോ ചർച്ചിലോ പോകുന്ന എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ യേശു ക്രിസ്തു ആലയത്തിലെ മഹാപുരോഹിതനാണ്. പ്രപഞ്ചത്തിന്റെ സ്വർഗസ്ഥ പിതാവിനാൽ നിയമിതനായ പ്രപഞ്ചത്തിന്റെ കർത്താവാണ്, രാജാവാണ്. വീട്ടിലേക്ക് കയറിയ നമ്മളുടെ നിത്യപിതാവാണ്, സഹോദരനാണ്. നമ്മളെല്ലാം അത്യുന്നതനായ സ്വർഗസ്ഥ പിതാവിന്റെ മക്കളാണ്, ദൈവത്തിന്റെ അവകാശികളാണ്, യേശുവോട് ചേർന്ന് കൂട്ടവകാശികളുമാണ്. എന്നോടൊന്ന് പറയട്ടെ, ഇതാ ഞാനായിരിക്കുന്ന റാസൽ ഖൈമ എന്ന് പറയുന്ന യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, അവിടെ എനിക്ക് അവിടുത്തെ രാജാവിന്റെ മകൻ എന്റെ കൂട്ടുകാരനാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ ഓഫീസിൽ പോവും, വീട്ടിൽ പോവും, മിഷൻ റിപ്പയറുമായിട്ടുള്ള ബന്ധത്തിലൊക്കെയാണ് കടന്നു പോകാറ്. അപ്പോ അദ്ദേഹത്തോട് ഒരിക്കലും ഞാൻ ചോദിച്ചൊരു ചോദ്യം, ഓ നീ രാജാവല്ലേ? അപ്പൊ അദ്ദേഹം എന്നോട് പറഞ്ഞൊരു കാര്യം, ശരി, ഞങ്ങളുടെ വീട്ടില് ഞാന് പുള്ളി പറഞ്ഞ എന്റെ ചേട്ടനാണ് രാജാവ്, ഏറ്റവും മൂത്തതാണ് രാജാവ്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ സഹോദരങ്ങളാണ്. പക്ഷെ പുറത്തേക്ക് ഇറങ്ങിയാലുണ്ടല്ലോ, പുള്ളി രാജാവും ഞാൻ, അതായത് പൊളിറ്റിക്കൽ ഭാഗമായി ഞാൻ പോലീസിന്റെ ഏറ്റവും വലിയ ആളോ, ചീഫുമാണ്. ഹല്ലേലൂയ. അവിടെ ഞാൻ രാജാവല്ല, ഞാനൊരു ഓഫീസറാണ്. എന്റെ ചേട്ടനാണ് രാജാവ്. വീട്ടിൽ ചെന്നാൽ ഞങ്ങൾ ചേട്ടനിയന്മാരാ, അപ്പന്റെ അവകാശികളാ. ഹല്ലേലൂയ. അപ്പൊ തന്നെ ഈ ചേട്ടന്റെ കൂട്ടവകാശികളൊക്കെയാണ്. എന്റെ പ്രിയ സഹോദരങ്ങളെ, നമ്മൾ വ്യക്തതയോടെ ഈ കാര്യങ്ങൾ തിരിച്ചറിയാം. ഇവിടെ ഞാൻ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, യേശു ക്രിസ്തുവിന് കുടുംബത്തിലുള്ള ആ പ്രധാന പൊസിഷനുകൾ തിരിച്ചറിയുക. ഇതാണ് ഒന്ന്. യേശു ക്രിസ്തു നമ്മൾ നേരത്തെ വായിച്ചു, ഞാനും ദൈവം എനിക്ക് തന്ന മക്കളുള്ള സഹോദരി എന്നാ പറയാ? ഇതാ സഹോദരിമാരെ ഭക്തിയുള്ളവരാണെങ്കിൽ പറയും, ഭക്തിയുള്ള സഹോദരിമാര്, ഇത് ആരാണ്? ഇപ്പൊ നമ്മളുടെ ഇപ്പൊ തുഷാര സിസ്റ്റർ തന്നെ ഇതാ ഒരാളെ കൊണ്ട് വരും. അപ്പൊ ചോദിക്കും, ഇത് ആരാന്ന് ചോദിക്കുമ്പോൾ എന്റെ മകനാ. ദൈവം നീ കുറച്ചും കൂടെ ഇതാ ഇങ്ങനെ കൂടി പറയാം, ദൈവം എനിക്ക് തന്ന മകനാ എന്ന് പറയും. ഇവിടെ യേശു പറയാണ്, ഇത് ജഡമണ്ഡലത്തിൽ യേശു പറയാണ്, ഇതാ ദൈവം എനിക്ക് തന്ന മക്കൾ, ഞാനും ദൈവം എനിക്ക് തന്ന മക്കൾ. അവിടെയാണ് ആ നിത്യപിതാവ് എന്ന് പറയുന്ന ആ തലം വെളിപ്പെടുന്നത്. വായിച്ച എബ്രായർ 2:13. ആ രണ്ട് പൊസിഷൻ നമ്മൾ മനസ്സിലാക്കണം. 2:13. ഞാൻ ദൈവത്തിൽ ആശ്രയിക്കും, Lord, I love you, I give you glory. എന്നിട്ട് മറിക്കരുത്, അതിന്റെ 11ഉം 12ഉം കൂടി നമുക്ക് വായിക്കണം. അപ്പൊ സഹോദരൻ മാറും എന്നുള്ളത് അവിടെയുണ്ട്. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും ആദ്യം 13. ആദ്യം നമുക്ക് നിത്യപിതാവ് എന്നുള്ളത് കൺഫേം ആണ്. ഞാൻ അവനിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. യേശു പറയാണ്, ഞാൻ
സ്വർഗസ്ഥ പിതാവിൽ ആശ്രയിക്കും. ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കൾ. ഹല്ലേലൂയ. ഇത് ബൈബിളിൽ പല ഭാഗത്തും എഴുതി വെച്ചിട്ടുണ്ട്. യേശുക്രിസ്തു പറയാണ്, ഇതാ ദൈവം എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ നഷ്ടപ്പെടുത്താതെ അവസാന നാൾ ഉയർപ്പിക്കണമെന്നാണ് എന്റെ പിതാവിന്റെ ഇഷ്ടം. ഹല്ലേലൂയ. എന്റെ പിതാവ് എനിക്ക് തന്നത് എന്നെ അനുഗമിക്കും, ഞാൻ അവർക്ക് നിത്യജീവൻ കൊടുക്കും. ഇതൊക്കെ യേശുക്രിസ്തു പറയുന്നത് കേൾക്കാം. ഇതാ അതിന്റെ ഒരു ഭാഗം മാത്രമാണിത്. അപ്പൊ യേശുക്രിസ്തു ഇതിലൂടെ നമ്മുടെ നിത്യപിതാവാണ്. ഹല്ലേലൂയ. ഇത് ശ്രദ്ധിക്കുക, യേശുക്രിസ്തു നമ്മുടെ സഹോദരനുമാണ്. അതിന്റെ 11ഉം 12ഉം വായിച്ച്. വിശുദ്ധീകരിക്കുന്നവനും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അത് ഹേതുവായി അവനവരെ വിശുദ്ധീകരിക്കുന്നവരും വിശുദ്ധീകരിക്കപ്പെടുന്നവർക്കും എല്ലാം ഒരുവനല്ലോ പിതാവ്. അപ്പൊ വിശുദ്ധീകരിക്കുന്നവനാരാ? ക്രിസ്തു. വിശുദ്ധീകരിക്കപ്പെടുന്നവരാരാ? നമ്മൾ. രണ്ടുപേർക്കും ഒരാളാണ് അപ്പൻ. ഒരാളാണ് അപ്പൻ. ഹല്ലേലൂയ. അപ്പൊ നിത്യപിതാവായ ക്രിസ്തുവിനാൽ ജനിക്കപ്പെട്ട നമുക്കും ഒരാളാണ് അപ്പൻ. ആ അപ്പനാണ് സ്വർഗസ്ഥ പിതാവ്. അതുകൊണ്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് യേശു നമ്മളെ സഹോദരന്മാരെന്ന് വിളിക്കാൻ യാതൊരു ലജ്ജയും ഇല്ല. താഴേക്ക് വായിച്ചു. അത് ഹേതുവായി അവനവരെ സഹോദരന്മാരെന്ന് വിളിപ്പാൻ ലജ്ജിക്കാതെ ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും, സഭാമധ്യേ ഞാൻ നിന്നെ സ്തുതിക്കും. ശ്രദ്ധിച്ചേ, അതുകൊണ്ട് അപ്പൻ ഒരാളായതുകൊണ്ട് നിത്യപിതാവായ യേശുവിനും പിതാവിന് യേശുവിലൂടെ ജനിച്ച നമുക്കും അപ്പൻ ഒരാളാണ്, സ്വർഗസ്ഥ പിതാവുമാണ്. അതുകൊണ്ട് യേശു ക്രിസ്തു നമ്മളെ സഹോദരന്മാർ എന്ന് വിളിക്കാൻ ലജ്ജിക്കുന്നില്ല. ഹല്ലേലൂയ. പറയാണ്, ഞാൻ നിന്റെ നാമത്തെ, അതായത് യഹോവയായ ദൈവമേ സ്വർഗസ്ഥ പിതാവേ, നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കോ. അപ്പൊ യേശുവിന് നമ്മളെ സഹോദരന്മാർ നോക്കിയാൽ ലജ്ജയില്ല. പക്ഷെ നമുക്ക് ലജ്ജയാ, കാരണം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടില്ല. എബ്രായ ലേഖനം നടത്താൻ ഒരു ലജ്ജയില്ല എന്ന് പറയാനായിട്ട്. ഇത് തിരിച്ചറിഞ്ഞ പൗലോസിന്റെ റോമലേഖനത്തിൽ ഇത് പറയുന്ന ഒരു ലജ്ജയില്ല. ക്രിസ്തു അനേക സഹോദരന്മാരിൽ ആദ്യജാതനാമോ എന്ന് പറയാൻ ഒരു ലജ്ജയില്ല. കാരണം അവരിത് അറിഞ്ഞു. എന്നെയൊക്കെ ചെറുപ്പത്തില് ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചപ്പോ ദേവാസിന് ഇങ്ങനെയാ പഠിപ്പിച്ചൊരു കാര്യം. അത് പഠിപ്പിച്ച എങ്ങനെയായിട്ട്, ഈ കള്ളനെ കണ്ട നായെ കൊണ്ടേയിരിക്കും. കൊര കേട്ട് കുറയ്ക്കുന്ന നായ്ക്കളുണ്ട്, അത് കുറച്ച് കഴിയുമ്പോൾ നിർത്തും. ഹല്ലേലൂയ. ശരിക്കും ഇതൊക്കെ വെളിപ്പെട്ടത് പൗലോസിന് വെളിപ്പെട്ടു. അദ്ദേഹം ധൈര്യമായിട്ട് ഇതൊക്കെ എഴുതി വെച്ചു. എബ്രായ ലേഖനം കർത്താവിന് വെളിപ്പെട്ടു, അദ്ദേഹം അത് എഴുതി വെച്ചു. ഹല്ലേലൂയ. കർത്താവിന്റെ കഥ എനിക്കത് വെളിപ്പെട്ടു. ഇത് ഞാനിത് പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ആളുകളോട് പറയാ, ഈ ബൈബിളിൽ ഇല്ലാത്ത എന്തെങ്കിലുമാണ് ഞാൻ പറയുന്നതെങ്കിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കണം. അല്ലാതെ നിങ്ങൾ അത് അവിടെ അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെയാണെന്ന് പറയുകയല്ല വേണ്ടത്. ഹല്ലേലൂയ. ബൈബിളിൽ ഈ വചനം സത്യമാണ്. ദൈവം ചെയ്യുന്ന ഈ കാര്യം മറന്നിരിക്കുകയാണ്. ദൈവം തന്റെ വംശത്തെ, കുടുംബത്തെ ഒരുക്കുകയാണ് ക്രിസ്തുവിലൂടെ. ഇനിയിപ്പോ അടുത്ത വാക്യം താഴേക്ക് വരുമ്പോ അതിന്റെ 17 പറയാണ്. ആ 17 എന്ന വാക്യത്തിൽ ഇത് രണ്ടും ചേരും. പിതാവ് എന്നുള്ളതും ചേരും, സഹോദരൻ എന്നുള്ളതും ചേരും. എന്താണ് അവിടെ എഴുതിയിരിക്കണേ? ഇതാ, ഓ ലോർഡ് ഐ ലവ് യു. ഇതിൽ 14 വാക്യം മുതൽ വായിക്കുമ്പോ ഇത് 14 മുതൽ വായിച്ച സിസ്റ്ററെ. മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തങ്ങളോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയാൽ. ശ്രദ്ധിച്ച് താഴേക്ക് വായിക്കുന്നതിന് ഒരു കാര്യം ഇവിടെ പറയാണ്, മക്കൾ ജഡരക്തം കൂടിയുള്ളവനാകിയാൽ. അപ്പൊ ഇവിടെ മക്കൾ എന്ന് പറയുമ്പോൾ ഇവിടെ യേശു ആരാ? നിത്യപിതാവ്. ഹല്ലേലൂയ. ഇത് താഴേക്ക് വരുമ്പോ വീണ്ടും സഹോദരനായി മാറും. ശ്രദ്ധിച്ചോളണം. താഴേക്ക് വായിക്കേ. ജീവപര്യന്തം മരണഭീതിയാൽ അടിമകളായിരുന്നവരെ ഒക്കെയും വിടുവിച്ചു. ദൂതന്മാരെ സംരക്ഷണം ചെയ്യുവാനല്ല, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷണം ചെയ്യുവാൻ അത്രേ അവൻ വന്നത്. ഹല്ലേലൂയ. അവിടെ എഴുതിയിരിക്കുകയാണ്, അതിന്റെ 17 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, അബ്രഹാമിന്റെ സന്തതിയെ സംരക്ഷിക്കാൻ അത്രേ അവൻ വന്നത്. അതുകൊണ്ട് താഴേക്ക് 17. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനുമാകേണ്ടതിന് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായി തീരുവാൻ ആവശ്യമായിരുന്നു. ഇവിടെ ആരായി? സഹോദരന്മാരോട് സദൃശനായി. മുകളിൽ ആരായി? മക്കൾ ജഡരക്തമുള്ള. കാരണം ദൈവം കൊടുത്ത മക്കളാണ് നമ്മള്.
മക്കൾ ജഡരക്തത്തോടുകൂടി അവർ പിടിക്കപ്പെട്ടു, ഭൂമിയിൽ പിശാചിനെ കീഴിൽ പിടിക്കപ്പെട്ടു. അവരെ രക്ഷിക്കാൻ മക്കൾ ജഡരക്തത്തോടു കൂടിയുള്ളവരാണ്. നേരത്തെ കൊടുത്തപ്പോ ഇതാ അവരെ സ്പിരിച്വൽ മക്കളാണ്. അത് നമുക്ക് അടുത്ത സന്ദേശം ചിന്തിക്കാം, കാരണം ഇവിടെ എത്തത്തില്ല അങ്ങോട്ട് വരെ. ഹല്ലേലൂയ. കാരണം ഈ മറിഞ്ഞു കിടക്കുന്ന പദ്ധതി കൊടുത്തപ്പോൾ സ്പിരിച്വൽ സന്തതികളാണ്, പക്ഷെ ഇപ്പോൾ അവർ ജഡരക്തത്തോടു കൂടിയുള്ളവരാണ്. അതുകൊണ്ട് ഇവരെ പോലെ ജഡരക്തത്തോടു കൂടിയുള്ളവനായി വചനം എന്ന ക്രിസ്തു, വചനം മാംസമായി ക്രിസ്തു യേശുവായി ഭൂമിയിലേക്ക് വന്നു. എന്നിട്ട് പറയാണ് സകലത്തിലും തന്റെ സഹോദരന്മാരോട് സദൃശനായെന്ന്. കണ്ടോ, മാറി മാറി നിത്യപിതാവ് സഹോദരന്മാർ, നിത്യപിതാവ് സഹോദരൻ. അപ്പൊ ഈ കുടുംബത്തിൽ ചെന്നാൽ യേശുവിന് നമുക്ക് ഈ രണ്ട് പൊസിഷനെ കാണാം. ഹല്ലേലൂയ. നാട്ടിലേക്ക് ഇറങ്ങിയാൽ യേശു ക്രിസ്തു നമ്മുടെ കർത്താവാണ്, സർവപ്രപഞ്ചത്തിന്റെ രാജാവാണ്. നമ്മളോ യേശുവിന്റെ സഹോദരങ്ങൾ, വീട്ടില് യേശുവിനോട് ചേർന്ന് വാഴുന്ന രാജാക്കന്മാരും മറ്റു പല പല ഭരണകർത്താക്കന്മാരും ആയിരിക്കും. ചിലർ ഭരണമൊന്നും നടത്തൂല്ല കേട്ടോ, കാരണം ഇവിടത്തെ കയ്യിലിരിപ്പുണ്ടാ. ഹല്ലേലൂയ. ഇനി ശ്രദ്ധിക്കുക, ഇനി നമ്മൾ ശ്രദ്ധിക്കുക, ഈ വാക്യത്തിൽ വേറൊരു കാര്യം കൂടിയുണ്ട്. ഇനിയിപ്പോ പള്ളിയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതിന്റെ 17-ാം വാക്യം പറയുന്നു, യേശു നമ്മുടെ വിശ്വസ്ത മഹാപുരോഹിതനാണ്. സഹോദരൻ മാത്രമല്ല, മഹാപുരോഹിതനാണ്. അതുകൊണ്ട് ജനത്തിന്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം വരുത്തുവാൻ അവൻ കരുണയുള്ളവനും ദൈവകാര്യത്തിൽ വിശ്വസ്ത മഹാപുരോഹിതനും ആകേണ്ടതിന്. അപ്പൊ പള്ളിയിലേക്ക് ചെന്ന ആരായി? മഹാപുരോഹിതനായി. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ വ്യത്യസ്ത റോളുകൾ കണ്ടോ? എന്റെ മക്കളെ, ഇനിയും നമ്മളുടെ ഈ യാത്രയൊക്കെ ഒന്ന് അവസാനിപ്പിച്ചിട്ട് ഈ ദൈവത്തിന്റെ പദ്ധതി തിരിച്ചറിഞ്ഞ് അതിൽ എന്റെ ഭാഗം എന്താന്ന് മനസ്സിലാക്കി അതിൽ ചേരുക. ദൈവത്തിന്റെ വചനം പറയുന്നു, ജയിക്കുന്നവൻ, വെളിപ്പാട് 21:7 പറയാം, ജയിക്കുന്നവന് ഇത് അവകാശമായി കിട്ടും. ജയിക്കുന്നവന് ഞാൻ ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കും. ദൈവത്തിന്റെ മകനായി നമുക്ക് ജയിക്കണ്ടേ? യോഹന്നാൻ 1:12 അതിനുള്ള അധികാരമേ കിട്ടിയിട്ടുള്ളൂ. യേശുവിനെ കൈക്കൊണ്ട് യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവത്തിന്റെ മക്കളാകാൻ അധികാരം കൊടുത്തു. അധികാരമേ തന്നിട്ടുള്ളൂ. ഇനി യേശുവെ അനുസരിച്ച് യേശുവോട് പഠിച്ച് യേശുവെ നാം അനുഗമിക്കുന്നവരാണ് എങ്കിൽ ആ ദിവ്യ വംശം നമ്മുടെ അകത്തുനിന്ന് ആത്മാവിൽ നിന്ന് പുറത്തേക്ക് വെളിപ്പെടും. ദൈവത്തിന്റെ വചനം പറയുന്നു, സർവ സൃഷ്ടികളും ഈറ്റുനോവോടെ ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി കാത്തിരിക്കുന്നു. സർവ സൃഷ്ടികളും ഈറ്റുനോവോടെ ദൈവപുത്രന്മാരുടെ, എന്റെ പ്രിയ കുഞ്ഞിനെ ശ്രദ്ധിച്ചു മനസ്സിലാക്ക്. റോമ 8:19 പറയാണ്, സൃഷ്ടി സർവവും, അതായത് വാഴയും കോഴിയും താറാവും കവുങ്ങും സർവ സൃഷ്ടിയും മനുഷ്യപുത്രന്മാരായ എന്റെയും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ദൈവപുത്രനായ ക്രിസ്തു നമ്മുടെ അകത്തുണ്ട്. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ അകത്തുണ്ട്. ആ ക്രിസ്തു നമ്മളിലൂടെ വെളിപ്പെടുവാൻ സർവ സൃഷ്ടികൾ നമ്മുടെ കാത്തിരിക്കുന്നു. പക്ഷെ ഇത് നാം അറിയുന്നില്ലെങ്കിലോ, നാം നമ്മുടെ പഴയതിനെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് നടക്കും. ആ പഴയത് ഇവിടെ മരിച്ചു താഴെ വീഴുകയും ചെയ്യും. ഇനി പഴയതല്ല, നമ്മളെ കാണുന്നവൻ ക്രിസ്തുവെ കാണണം. ക്രിസ്തുവെ കാണുന്നവൻ സ്വർഗീയ പിതാവിനെ കാണണം. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ തല ക്രിസ്തു, ക്രിസ്തുവിന്റെ തല ദൈവം. നമ്മൾ ക്രിസ്തുവിനെ കാണിക്കുന്നു, സ്വർഗസ്ഥ പിതാവിനെ കാണിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ നമ്മളിലൂടെ സ്വർഗസ്ഥ പിതാവ് ഈ ജഡത്തിലൂടെ വെളിപ്പെടുന്നു. ഇതാണ് 1 തിമോത്തി 3:15-16 ഭാഗങ്ങളിൽ പറയുന്നത്, ദൈവം ജഡത്തിൽ വെളിപ്പെട്ടു. ആരുടെ ജഡത്തിൽ? ക്രിസ്തുവിന്റെ ജഡത്തിൽ വെളിപ്പെട്ടു. ഈ ക്രിസ്തു നമ്മുടെ ജഡത്തിൽ വെളിപ്പെടണം. അങ്ങനെ സ്വർഗസ്ഥ പിതാവ് നമ്മുടെ ജഡത്തിലൂടെ ഈ ലോകത്ത് വെളിപ്പെടുവാനായിട്ട് ഇടയാകണം. ആത്മമണ്ഡലം ഭൗതിക മണ്ഡലത്തിൽ വെളിപ്പെടുവാനായിട്ട് ഇടയാകണം. ഇമ്മാനുവൽ, ദൈവം മനുഷ്യരോട്. ഇത് സംഭവിക്കണം. ഇതൊക്കെ ജഡികമായി മനസ്സിലാക്കിയ ഒരു നാളുകൾ നമുക്കുണ്ടായിരുന്നു. ഇനിയും ആ ജഡിക മനസ്സിലാക്കി നിൽക്കാതെ ഇതാ ദൈവത്തിന്റെ ആത്മാവ് കാര്യങ്ങളെ അറിയിക്കുമ്പോൾ ആ ജഡികമായത് വിട്ടിട്ട് ആത്മീയമായതിലേക്ക് വരിക. അല്ലെങ്കിൽ ഗലാത്യ ലേഖനം 3:3 പറയുന്നത് പോലെ സ്വർഗത്തിലെ ദൈവം നമ്മളെ ബുദ്ധിയില്ലാത്തവരെന്ന് വിളിക്കുവാനായിട്ട് ഇടയാകും. അവിടെ എഴുതിയിരിക്കുന്നു, നിങ്ങൾ ഇത്ര ബുദ്ധിയില്ലാത്തവരും നിങ്ങൾ ആത്മാവ് കൊണ്ട് ആരംഭിച്ചിട്ട് ഇപ്പോൾ ജഡത്തിലോ സമാപിക്കുക. ജഡമണ്ഡലം അല്പകാലത്തേക്കുള്ളൂ മക്കളെ. അതൊക്കെ ഇപ്പൊ ദൈവം മാറ്റും. സകലതും ദൈവം പുതിയതാക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തോട് ചേർന്ന് ആ പുതിയതാക്കുന്ന പദ്ധതിയിൽ നമുക്ക് ചേരാം. വെളിപ്പാട് 21:5 വാക്യത്തിൽ പറയുന്നു, ഇതാ ഞാൻ സകലതും പുതിയതാക്കുന്നു. ആ വാക്യം കൂടി വായിച്ചിട്ട് നമുക്ക് തൽക്കാലം ഇപ്പോൾ അവസാനിപ്പിക്കാം. ദൈവം അനുവദിങ്കിൽ അടുത്ത വ്യാഴാഴ്ച നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം, ഇതിന്റെ ആഴങ്ങളിലേക്ക്. ഇപ്പൊ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ്
പറഞ്ഞത് നിന്റെ ആഴങ്ങളിലേക്ക്. ദൈവത്തിന്റെ ആ പദ്ധതി ദൂതന്മാര് പോലും എത്തി നോക്കുന്ന, വാഴ്ചകളോ അധികാരങ്ങളോ എത്തി നോക്കുന്ന ആ പദ്ധതി, ഹല്ലേലൂയ, ഇപ്പോഴും അവർ എത്തി നോക്കിയപ്പോൾ അവർക്ക് എന്തൊക്കെയോ മനസ്സിലായിട്ടുണ്ട്. ഇത് ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാ, ഹല്ലേലൂയ. എന്നാൽ ഇതിൽ തന്നെ നമുക്ക് പുതിയത് മനസ്സിലാകുന്നുണ്ട്. യേശു ക്രിസ്തുവിന്റെ രക്തം കൊടുത്ത് യേശു തകർന്നപ്പോ, ആ വിത്ത് തകർന്നപ്പോ അതിലൂടെ മുളച്ച ആ തൈയുടെ പേരാണ് സഭ, ഹല്ലേലൂയ. ആ സഭയിലെ വിത്തുകളാണ് ഞാനും നിങ്ങൾ, യേശുവെ പോലെയുള്ളത്. വെളിപ്പാട് 21:5 വായിച്ച സിസ്റ്റർ. ഇനി മരണമുണ്ടാകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ ഇതാ ഞാൻ സകലവും പുതുതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക. ദൈവത്തിന്റെ വചനം പറയാണ്, ഒന്നാമത്തേത് കഴിഞ്ഞുപോയി, ഇതെല്ലാം പോവും. ഇതാ ഞാൻ സകലതും പുതിയതാക്കുന്നു. പപ്പ സകലതും പുതിയതാക്കുക. നമുക്ക് ചേർന്നങ്ങ് പ്രവർത്തിച്ചാലോ? ഹല്ലേലൂയ. തീർച്ചയായും മനസ്സിലാക്കുക, പപ്പ നമുക്ക് പുതിയ ഹൃദയം തരും, പുതിയ ആത്മാവിനെ തരും. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം പറയണേ, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ തരും. ഹല്ലേലൂയ. ഒരു ക്രിസ്തുവായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്. പുതിയ ആകാശം വരും, പുതിയ ഭൂമി വരും, പുതിയ യെരൂശലേം ഇറങ്ങി വരും. എല്ലാം പുതിയതാക്കുക. ഇനി നമ്മളിങ്ങനെ ഈ പഴയ കിടന്ന് കളിക്കണേ. ദൈവത്തിന്റെ വചനം പറയുന്നു, പഴയതിനെ ഉപേക്ഷിക്കുക, പുതിയതിനെ ധരിക്കുക. നമുക്ക് ആ യാത്രയാകാം. പിമ്പിലുള്ളതിനെ മറന്ന്, പഴയതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി ക്രിസ്തേശുവിൽ ദൈവത്തിന്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് ഓടാം. പ്രിയ കുഞ്ഞുങ്ങളെ, ശ്രദ്ധയോടെ കേട്ട് ഈ ശ്വാസം കുറച്ചു നേരത്തേക്കേ ഉള്ളൂ. ദൈവത്തിന്റെ വചനം അനുസരിച്ച് ഗ്രൂപ്പിസങ്ങളിൽ ഒന്നും പെടാതെ, ഹല്ലേലൂയ, ക്രിസ്തുവെ അനുഗമിച്ച് അനുസരിച്ച് ക്രിസ്തുവിന്റെ തലയോളം വളർന്ന് സ്വർഗീയ പിതാവിൽ എത്തിച്ചേരുവാൻ വഴിയും സത്യവും ജീവനുമായ യേശുവെ അനുഗമിച്ചും ധരിച്ചും നമുക്ക് പപ്പയുടെ അടുക്കൽ എത്തിച്ചേരാം. അങ്ങനെ ദൈവത്തിന്റെ ക്രിസ്തുവിലുള്ള വംശമായി നമുക്ക് ആ കുടുംബത്തിൽ ഒരുമിച്ചായിരിക്കാം. നാം ഇനി അന്യരും പരദേശികളുമല്ല, വിശുദ്ധന്മാരുടെ സഹപൗരന്മാരും ദൈവത്തിന്റെ വീട്ടുകാരും. ഈ ഒരു തിരിച്ചറിവ് നമുക്ക് വേണം. നമുക്ക് ലഭിച്ചത് ഇതാ ദാസത്വത്തിന്റെ ആത്മാവിനെയല്ല, അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെയാണ്. അതുകൊണ്ട് പുത്രരെയും നിങ്ങൾ അവകാശികളുമാണ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളും. ഇത് മറന്നുപോകരുത്. ദൈവം ക്രിസ്തുവിലൂടെ തന്റെ കുടുംബമാകാൻ നമ്മളെ വിളിച്ചിരിക്കും. നമുക്ക് അവിടെ കണ്ണുകളിൽ അടയ്ക്കാം. കേട്ട വചനത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളെ തന്നെ ബരോവരുള്ളവരെ പോലെ ആ വചനം വെച്ച് നമ്മളെ തന്നെ പരിശോധിച്ചുകൊണ്ട് ഇനിയും പിൻപിലുള്ളതിനെ പിടിക്കാൻ വേണ്ടി നിൽക്കാതെ പിൻപിലുള്ളതിനെ മറന്ന് മുൻപിലുള്ള ലക്ഷ്യമാക്കി നമുക്ക് യാത്രയാണ്. ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, അങ്ങ് തന്ന വചനത്തിനായി നന്ദി. അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നതിനായി നന്ദി. അപ്പൊ അങ്ങയുടെ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി തകർത്ത് പുത്രനെ പോലെ അനേകം മക്കളെ ഒരുക്കുന്ന അങ്ങയുടെ മഹാപദ്ധതിക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. ഞങ്ങൾ തിരിച്ചറിയുന്നു, ഒരു നെല്ല് നിലത്ത് വീണ് തകർക്കുമ്പോൾ ആ കൃഷിക്കാരൻ അന്വേഷിക്കുന്നത് അതേ നെല്ല് പോലെ അനേകം നെല്ലുകൾ കിട്ടാനാണ്. ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് തകർക്കുമ്പോൾ ആ കൃഷിക്കാരൻ അന്വേഷിക്കുന്നത് അതേ ഗോതമ്പ് പോലെ അനേക ഗോതമ്പുകൾ കിട്ടാനാണ്. അങ്ങ് അങ്ങയുടെ പുത്രനായ ക്രിസ്തുവെ, ഏകജാതനെ അങ്ങ് ഇതാ ഈ ഭൂമിയിൽ തകർത്തു. എന്തിന്? ആ ക്രിസ്തുവെ പോലെ അനേക പുത്രന്മാരെ അങ്ങേക്ക് ലഭിക്കാനാണ്. അങ്ങനെ ഏകജാതൻ ആദ്യജാതനായി മാറുകയും അനേക സഹോദരങ്ങൾ വരികയും. പ്രിയ നല്ല പിതാവേ, അങ്ങയുടെ മനോഹരമായ ഈ ജ്ഞാനത്തിനായി നന്ദിയോടെ സ്തോത്രം. ഇനി ഞങ്ങളോട് സംസാരിക്കണമേ. ഞങ്ങൾ അങ്ങിൽ ആശ്രയിക്കുന്നു. ഇതാ വാഴ്ചകളും അധികാരങ്ങളും എല്ലാ ദൂതന്മാരും ഇതിലേക്ക് എത്തി നോക്കുന്നു എന്ന് സഭ മുഖാന്തരം ദൈവത്തിന്റെ ബഹുതമായ ജ്ഞാനം, മറഞ്ഞിരിക്കുന്ന ജ്ഞാനം വെളിപ്പെടുമ്പോൾ അതെന്തെന്നറിയുവാൻ ദൂതന്മാരും ഇതിലേക്ക് കുനിഞ്ഞു നോക്കുന്നു എന്ന നഗ്ന സത്യം തിരിച്ചറിഞ്ഞുകൊണ്ട് ഇത്രമാത്രം ശ്രേഷ്ഠമായ ഒരു പദ്ധതി ദൈവത്തിന് ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടെന്നറിഞ്ഞ് അത് നിലകൊള്ളുവാൻ ഞങ്ങളെ സഹായിക്കുന്നത്. ഈ മക്കളെ ഏവരെയും ഞങ്ങളുടെ കരങ്ങളിൽ ലഭിച്ച് പ്രാർത്ഥിക്കും. കഴിഞ്ഞ കാലത്തെ അറിവുകൾ അപ്പൊ അങ്ങയുടെ ജ്ഞാനം മനസ്സിലാക്കുന്നതിന് മക്കൾക്ക് ഒരു തടസ്സമായി തീരരുതേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഈ ചെറുത്തെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ ചാനൽ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രിയ നല്ല പിതാവേ, ഇവരുടെ എല്ലാ ആവശ്യങ്ങളുടെ പേരും കൂട്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരെ നാമത്തിൽ അനുഗ്രഹിക്കുക. ഇവരുടെ ആവശ്യങ്ങൾ കൂട്ടായിരിക്കണം. എല്ലാ രോഗങ്ങളെയും അങ്ങ് മാറ്റി ഈ മക്കൾക്ക് സൗഖ്യം കൊടുക്കണം. ഇവരുടെ വേദനകളെ അങ്ങ് എടുത്തു മാറണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവരുടെ ആവശ്യങ്ങളും മൂലം അങ്ങ് മഞ്ഞും മഴയും അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് എന്റെ മേൽ പകർന്നിരിക്കുന്ന ആത്മീയ അധികാരത്തെ വെച്ചുകൊണ്ട് ഇവരുടെ ശരീരത്തോട് പോരാടുന്ന എല്ലാ രോഗങ്ങളെയും
അവർക്കെതിരെ യേശുവിന്റെ രക്തത്താൽ കടന്നു വന്നുകൊണ്ട് അവയെ ശാസിക്കുകയാണ്, വിട്ടുമാറോ കൽപ്പിക്കുകയാണ്, വിതയ്ക്കുന്നവനെ കൊയ്യുന്നു എന്ന ദൈവത്തിന്റെ വചനം ഇതിലൂടെ നിവൃത്തിയാക്കപ്പെടുന്നതിനാൽ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഈ മക്കളെ അനുഗ്രഹിക്കുന്നു, നിത്യം അനുഗ്രഹമായിട്ട് ഈ ചാനലിനെ അനുഗ്രഹിക്കുന്നു, സാഹചര്യ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. ഒരു അനുഗ്രഹമായി തീരട്ടെ. സർവ്വമഹത്വ നൽകിയ പിതാവേ, ഞങ്ങൾ അങ്ങേക്ക് തിരിക്കുകയാണ് യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ദൈവം നിങ്ങളെ ഏവരെയും സഹായിക്കുന്ന ട്യൂൺ ചെയ്തവരോട് നന്ദിയെ അറിയിക്കുകയാണ്. പ്രിയ സഹോദരങ്ങളെ, ഇതിൽ കൂടുതൽ വചനം ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്ന്, യൂട്യൂബിൽ ചെന്നിട്ട് SVJ മെസ്സേജസ്, ഷാജി വെമ്പനാട്ട് ജോസഫ്, ഒരു സ്പേസ് ഇട്ടിട്ട് മെസ്സേജസ് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ബ്രൗസ് ചെയ്യുക. അത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങൾക്ക് ധാരാളം സന്ദേശങ്ങൾ, നൂറുകണക്കിന്, ഞാൻ ചെയ്യുന്ന 1000, 2000 സന്ദേശങ്ങളൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ദൈവരാജ്യത്തെ കുറിച്ച് സന്ദേശങ്ങൾ സൗജന്യമായി കിട്ടും. മാത്രമല്ല, നിങ്ങൾ ഞങ്ങളുടെ വെബ്സൈറ്റ് www.kingdommessages.com എന്നുള്ള വെബ്സൈറ്റ് സന്ദർശിച്ചാൽ ഞങ്ങളുടെ സന്ദേശങ്ങൾ മാത്രമല്ല, ഡെയിലി ബ്രെഡുകൾ, പാട്ടുകൾ, പുസ്തകങ്ങൾ ഒക്കെ അതിൽ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് അത് സൗജന്യമായിട്ട് നിങ്ങൾക്ക് അത് വായിക്കുകയൊക്കെ ചെയ്യാം, മെസ്സേജുകൾ കേൾക്കുകയൊക്കെ ചെയ്യാം. പിന്നെ മറ്റൊരു കാര്യം, ഫേസ്ബുക്കിൽ ഷാജി ജോസഫ് എന്ന ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. ഫ്രണ്ട്സ് റിക്വസ്റ്റ് അയച്ചാൽ 5000-ന് മുകളിൽ പറ്റത്തില്ലല്ലോ. ആ പേജ് നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾക്ക് അതിൽ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ കിട്ടും. ധാരാളം ഷാജി ജോസഫ് ഉള്ളത് കൊണ്ട് എന്റെ ഫോട്ടോകൾ കാണുന്നതിൽ നിങ്ങൾ അത് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ തന്നെ v.o.g എന്നുള്ള ഫേസ്ബുക്ക് ചാനൽ ഫോളോ ചെയ്താൽ അത് നമ്മളുടെ സഹോദരങ്ങൾ നിയന്ത്രിക്കുന്ന ചാനലാണ്. ഞാൻ അതിന് ഡയറക്റ്റ് ആയിട്ട് പലപ്പോഴും ഞാൻ ശ്രദ്ധിക്കാറില്ല, വല്ലപ്പോഴും അത് നോക്കുകയേ ഉള്ളൂ. അതുകൊണ്ട് ഞാനത് കാണുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ട. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ കാണുന്നതോ അതല്ല വിഷയം. നിങ്ങൾക്ക് ആ സന്ദേശം കിട്ടിയിട്ട് ആ സന്ദേശം മനസ്സിലാക്കി ആ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുക എന്നുള്ളതാണ് അതിന്റെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ തന്നെ ഞങ്ങളുടെ വാട്സപ്പ് മെസ്സേജ് ഉണ്ട്, ഏകദേശം 12 ഗ്രൂപ്പ് ഉണ്ട്. ആ SVJ മെസ്സേജിന്റെ 12 ഗ്രൂപ്പ് നിങ്ങൾക്ക് അതിൽ ചേരുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഈ മെസ്സേജുകൾ അതിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ നമ്പറുകൾ വാട്സപ്പ് നമ്പറുകൾ താഴെ രേഖപ്പെടുത്തുക, കമന്റുകൾ രേഖപ്പെടുത്തുമെങ്കിൽ ഞങ്ങളുടെ സഹോദരങ്ങൾ അത് ഫിച്ച് ചെയ്തിട്ട് നിങ്ങളെ ആ ഗ്രൂപ്പിൽ കൊടുക്കും. എല്ലാ ദിവസവും നിങ്ങൾക്ക് ദൈവരാജ്യ സന്ദേശം 5 മിനിറ്റ് 10 മിനിറ്റ് സന്ദേശം, ഒരു ആഴ്ചയിൽ ഒരു ദൈവരാജ്യത്തിന്റെ പാട്ട് ഒക്കെ അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ തന്നെ ഞങ്ങളുടെ ബൈബിൾ സ്കൂളുണ്ട്, ടെലിഗ്രാമിൽ ബൈബിൾ സ്കൂളുണ്ട്. ഏകദേശം 400 ക്ലാസ്സിനടുത്തു ആ ടെലിഗ്രാമിലെ ആ ബൈബിൾ സ്കൂൾ ആ ലിങ്കിൽ നിങ്ങൾ എൻട്രി ചെയ്യുന്നുവെങ്കിൽ നിങ്ങൾക്ക് തുടക്കം മുതലുള്ള എല്ലാ ആ ബൈബിൾ ക്ലാസ്സുകളും ടെലിഗ്രാമിൽ അവൈലബിൾ ആണ്. വാട്സപ്പ് പോലെയല്ല, തുടക്കം മുതൽ എല്ലാം അവൈലബിൾ ആണ്. അതുവഴി ദൈവരാജ്യത്തിന്റെ സുവിശേഷം, പുതിയ സൃഷ്ടിയെ കുറിച്ചുള്ള അറിവ്, പരിശുദ്ധ ലോ ഓഫ് ദ സ്പിരിറ്റ്, ഇതൊക്കെ നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാവുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർപ്പിക്കുകയാണ്. ഈ സമയത്ത് പ്രത്യേകമായി ഗോസ്ബൽ TV-യിലോടുള്ള നന്ദി അറിയിക്കുകയാണ്. സാജുവിനോട്, പ്രിയ മകൾ തുഷാരിയോടുള്ള നന്ദി അറിയിക്കുന്നു. ദൈവം നിങ്ങളെ ഏവരെ അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ, കുടുംബം അനുഗ്രഹിക്കട്ടെ, ഉപയോഗിക്കട്ടെ. എല്ലാ പ്രവർത്തനങ്ങളെയും ദൈവം പ്രകാശിതമാക്കുവാനായിട്ട് ഇടയാകട്ടെ. സർവ്വമഹത്വം സ്വർഗ്ഗസ്ഥ പിതാവിനെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു വെരി മച്ച്. എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അങ്ങനെയാകാം, അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്കണക്ട് ചെയ്യാം. ഗ്ലോറി ടു ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇത്രത്തോളം സമയം വളരെ അനുഗ്രഹമായൊരു ക്ലാസ് ദൈവവചനം ശ്രവിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. അതിനായി കർത്താവിന്റെ ദാസനെയും ബലപ്പെടുത്തിയതിനായി സ്തുതിക്കുന്നു. ഇത്രത്തോളം സമയം നമ്മോടൊപ്പം പല രാജ്യങ്ങളിലും പല സ്ഥലങ്ങളിലുമായിരുന്നുകൊണ്ട് ഈ ക്ലാസ്സുകൾ ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി നന്ദിയോടെ ഓർക്കുന്നു. വീണ്ടും ദൈവത്തിന്റെ ഹിതം പോലെ ഇനി അടുത്ത ക്ലാസ്സിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും ദൈവസ്നേഹത്തിൽ നന്ദി അറിയിക്കുന്നു. താങ്ക് യു വെരി മച്ച്. പ്രൈസ് ദി ലോർഡ്.